ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ പുതിയ നിയമത്തിന്റെ ദൈവശാസ്ത്രമാണ് നമ്മളുടെ ഇന്നത്തെ പഠന വിഷയം. ഇവിടെ ഈ പുതിയ നിയമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും ഈശോയുടെ ജനനം, പരസ്യ ജീവിതം, മരണം, ഉത്ഥാനം എന്നിവയെ കുറിച്ചുള്ള എല്ലാമുള്ള ഒരു വിവരണമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങള് എല്ലാമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ആദ്യമായി തന്നെ നമ്മൾ കാണുന്നു സിനോപ്റ്റിക് ഗോസ്പലുകളിലേക്ക് നമ്മൾ നോക്കുന്നു. ഇവിടെ സുവിശേഷങ്ങളുടെ രൂപീകരണം അത് വാചിക രൂപമായിരുന്നു. ഏത് വിശുദ്ധ ഗ്രന്ഥ രചനയിലേക്ക് മുഴുവനും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ആദ്യ രൂപം വാചിക രൂപമായിരുന്നു. പിന്നീടാണ് അത് ലിഖിത രൂപത്തിലേക്ക് വന്നത്. യേശുവിന്റെ മരണത്തിനും സുവിശേഷങ്ങൾ ലിഖിത രൂപത്തിൽ ആകുന്നതിനുമിടയിലുള്ള കാലഘട്ടത്തിലെ ആദിമസഭയുടെ വിശ്വാസം സുവിശേഷങ്ങളുടെ രൂപീകരണത്തിൽ സാരമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വീണ്ടും പൊന്തിഫിക്കൽ ബൈബിൾ കമ്മീഷന്റെ പഠനമനുസരിച്ച് സുവിശേഷങ്ങളുടെ രൂപീകരണത്തിൽ പ്രധാനമായിട്ടും 3 തലങ്ങളാണ് ഉള്ളത്. യേശു അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചവ, വാചിക പാരമ്പര്യത്തിലൂടെ രൂപം കൊണ്ടവ, സുവിശേഷകന്മാരുടെ രചനകൾ എന്നിവ. സുവിശേഷ രൂപീകരണത്തിലെ ഈ വിവിധ ഘട്ടങ്ങള് യേശുവിന്റെ ജീവിതകാലത്ത് സംഭവിച്ചതും സംസാരിച്ചതുമായ കാര്യങ്ങളുടെ സമാഹാരമായി വാചിക രൂപത്തിലും ഭാഗികമായി ലിഖിത രൂപത്തിലും സുവിശേഷങ്ങളുടെ ആദ്യ രൂപങ്ങളോ സുവിശേഷങ്ങൾക്ക് ഉറവിടമായി വർദ്ധിച്ച പാരമ്പര്യങ്ങളോ രൂപം കൊള്ളുന്നതാണ് ആദ്യഘട്ടം. ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളുടെ സമാഹാരമാണ് 2ാം ഘട്ടം. സുവിശേഷ ഗ്രന്ഥങ്ങളുടെ രചനാഘട്ടം. ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് ആദ്യത്തെ മത്തായി, മർക്കോസ്, ലൂക്ക, ഈ 3 സുവിശേഷങ്ങൾ, സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് അറിയപ്പെടുന്ന ഈ 3 സുവിശേഷങ്ങളാണ് നമ്മൾ ആദ്യം കാണുന്നത്. നമുക്കറിയാം സിൻ, ഒപ്റ്റിക്കോസ്, ഇങ്ങനെ 2 ഗ്രീക്ക് പദങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. സിനോപ്റ്റിക്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. ഇവിടെ അതായത് സമവീക്ഷണ സുവിശേഷങ്ങൾ, ആദ്യമൊക്കെ നമ്മൾ സമാന്തര സുവിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് നാം ഇതിന് പറയുന്നത് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നാണ്. അതായത് ഒരുമിച്ച് കാണുക. ഈ ഒരുമിച്ച് കാണലില് പലപ്പോഴും പലതരത്തിലുള്ള സമാനതകളും അതുപോലെ തന്നെ ചെറിയ വ്യതിരിക്തതകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സമവീക്ഷണ സുവിശേഷങ്ങളില് ഇന്ന് അനേകം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവയുടെ ഐക്യരൂപ്യവും വ്യത്യാസവുമാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. 3 സുവിശേഷങ്ങളിലെ വിവരണങ്ങൾ തമ്മിൽ ഒട്ടേറെ സാമ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിനെ മറ്റ് 2 എണ്ണങ്ങളും മാനദണ്ഡമാക്കിയെന്ന് ന്യായമായും സംശയിക്കാം. ഈ 3 സുവിശേഷങ്ങളിൽ മൗലികമായിട്ടുള്ളത് അഥവാ ആദ്യം എഴുതപ്പെട്ടത് ഏതെന്ന് കണ്ടെത്തുകയാണ് പ്രശ്നത്തിന്റെ ആദ്യഘട്ടം. 2ാം ഘട്ടമാകട്ടെ ഇവയിലെ വിവരണങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ഈ 2 പ്രശ്നങ്ങളും പരസ്പരാശ്രിതങ്ങളാകിയാൽ അവയെക്കുറിച്ചുള്ള വിശകലനങ്ങളും സംയുക്തമായി മാത്രമേ നടത്താനാവൂ. ഇനി അടുത്തത് നമ്മൾ കാണുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സമവീക്ഷണ സുവിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറെ സമാനതകളുണ്ട്, ചില വ്യതിരിക്തതകളുണ്ട്. അപ്പോൾ തീർച്ചയായും ഇവര് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിനെ ഇവര് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിതാക്കൾ ഇതിനെക്കുറിച്ച് വളരെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പുസ്തകത്തില്, നിങ്ങൾക്ക് ഈ പുസ്തകം അല്ലെങ്കിൽ ഇതിന്റെ PDF കിട്ടിക്കാണും. ഇതിൽ ആദ്യ ഭാഗത്ത് അനേകം വിശദീകരണങ്ങൾ ഇതിനെക്കുറിച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അധികം പഠിതാക്കളുടെ ഇടയിൽ സമ്മതമായിട്ടുള്ള ഒരു മെയിൻ സോഴ്സസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതായത് മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതിയത്. വീണ്ടും മാത്യുവും ലൂക്കും മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തു എന്നും പറയുന്നു. പക്ഷേ ഒരു സൂക്ഷ്മ വിശകലനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ മാത്യുവിൽ കാണാം, മാത്യുവിന്റെ സുവിശേഷത്തിൽ ഇല്ലാത്ത കുറെ ലൂക്കിലും കാണാം. പക്ഷേ ഇവർ പരസ്പരം ആശ്രയിച്ചല്ലാതെ വേറെ ഏതോ ഒരു സോഴ്സസിനെ ഇവർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സ്കോളേഴ്സ് അതിനെക്കുറിച്ച് ഒരു ക്യൂ എന്ന ഒരു സോഴ്സ് കൂടി ഇവര് എടുത്തിട്ടുണ്ട്. അതായത് കൊല്ലെ എന്ന പദത്തിൽ നിന്നും വരുന്ന, അതിന്റെ അർത്ഥം ഉറവിടം. അങ്ങനെ ഒരു സോഴ്സ് കൂടി ഇവര് കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത്
മാത്യു സുവിശേഷകൻ മാർക്കിനെയും അതുപോലെ തന്നെ ഈ ക്യൂ, അതായത് ക്വെല്ലെ എന്ന സോഴ്സും ഉപയോഗിച്ചു. അതുപോലെ തന്നെ ലൂക്ക് മാത്യുവിനെയും അതുപോലെ തന്നെ ക്യൂ എന്ന സോഴ്സസും ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും സംക്ഷിപ്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന്. ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് നോക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ചില പ്രത്യേകതകളുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒന്ന്, രക്ഷാകര പദ്ധതിയുടെ വ്യക്തമായ ഒരു രൂപരേഖ മുൻപിൽ കണ്ടുകൊണ്ടാണ് മത്തായി യേശുവിന്റെ സുവിശേഷം അവതരിപ്പിച്ചത്. ദൈവം അബ്രാഹത്തിന് നൽകിയ സാർവത്രിക, അതായത് പ്രധാനമായിട്ടും പഴയ നിയമ രക്ഷാ വാഗ്ദാനങ്ങളുടെ ഒരു വിശകലനം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അബ്രാഹത്തോട് നൽകിയ വാഗ്ദാനം അത് സമയത്തിൽ പൂർത്തിയാകുന്നു എന്നൊരു ശീർഷകം നമുക്ക് കാണാം. അതുപോലെ തന്നെ യഹൂദർ ആകാംക്ഷയുടെ കാത്തിരുന്ന രക്ഷകനെയാണ് ഇവിടെ അവതരിപ്പിക്കുക. യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ വന്നപ്പോൾ അവർ അവനിൽ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, അവിടുത്തെ കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. യേശുവിന്റെ ജനനം മുതൽ അവിടുത്തെ കുരിശിൽ തറയ്ക്കുന്നത് വരെ യഹൂദരുടെ എതിർപ്പ് തുടർന്നു. അതുകൊണ്ട് ദൈവജനം എന്ന പ്രത്യേക പദവി അവർക്ക് നഷ്ടപ്പെട്ടു. വീണ്ടും ദൈവരാജ്യം അവരിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന മറ്റൊരു ജനതയ്ക്ക് നൽകി. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 20:40 നമുക്കത് കാണാനായിട്ട് പറ്റും. വീണ്ടും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായതുകൊണ്ട് വിരുന്നുശാല പുതിയ അതിഥികളെ കൊണ്ട് നിറച്ചു. ഇത് രക്ഷാകര ചരിത്രത്തിലെ വലിയ വഴിത്തിരിവാകുന്നു. ദൈവജനം ഇസ്രായേൽ എന്ന സമവാക്യം തിരുത്തപ്പെട്ടു. അതായത് ഇസ്രായേൽ, ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, രക്ഷ യഹൂദർക്ക് മാത്രം. ഇങ്ങനെയുള്ള ഈ സങ്കല്പങ്ങൾക്കെല്ലാം ഇവിടെ ഒരു തിരുത്തല് വരികയാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണം. പഴയ നിയമകാലത്ത് യഹൂദർ പ്രതീക്ഷയുടെ കാത്തിരുന്ന രക്ഷകന് ആണ് നസ്രത്തിൽ വളർന്നു വന്ന യേശു. 2:12. യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെടുത്തി 4 പ്രവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിന്റെ പരസ്യ ജീവിതത്തെ ദൈവിക പദ്ധതിയുമായി ബന്ധപ്പെടുത്തുന്ന ഏറെ പ്രവചനങ്ങൾ നമുക്കുണ്ട്. വീണ്ടും സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷത്തിലെ പ്രധാന പ്രമേയങ്ങളിൽ ഒന്നാണ്, പ്രധാന പ്രമേയമാണ് സ്വർഗരാജ്യം എന്നുള്ളത്. സ്വർഗരാജ്യത്തിന്റെ യുഗാന്ത്യോന്മുഖത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. ദൈവരാജ്യത്തിന് യേശു തുടക്കം കുറിച്ചെങ്കിലും അത് വളരുക സാവകാശമാണ്. കടുകുമണി വളരുന്നത് പോലെയാണ് മത്തായിയുടെ സുവിശേഷം 13, 33, 33. ഭൂമിയിൽ സ്ഥാപിതമായ സ്വർഗരാജ്യത്തിൽ നന്മയും തിന്മയും ഒരുമിച്ച് വളരുന്നു. യുഗാന്തം വരെ അങ്ങനെ തുടരും. യുഗാന്തത്തിൽ നന്മയും തിന്മയും തമ്മിൽ നിർണായകമായ വേർതിരിവും അന്ത്യവിധിയും ഉണ്ടാകുമെന്നും അതുകൊണ്ട് ജാഗരൂകതയോടെ ആയിരിക്കണമെന്നും ഈ സുവിശേഷത്തില് നമുക്ക് മുന്നറിയിപ്പ് ലഭിക്കുന്നു. ഇവിടെ ഒരു വലിയൊരു വിശ്വാസികളുടെ ഇടയിൽ വലിയൊരു മാറ്റം, ഒരു തിരുത്തല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആയിരുന്നില്ല. ഇവിടെ വിജാതീയ ക്രൈസ്തവരും യഹൂദ ക്രൈസ്തവരും അവിടെ ഉണ്ടായിരുന്നു. ഇരു കൂട്ടരെയും മുമ്പിൽ കണ്ടുകൊണ്ട് മത്തായി സുവിശേഷകൻ തന്റെ സ്രോതസ്സിൽ നിന്ന് പാരമ്പര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതും അനുയോജ്യമായ ശാസ്ത്ര കാഴ്ചപ്പാടുകളോടെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ പുതിയ നിയമത്തിലെ എല്ലാ രചയിതാക്കളെ കുറിച്ചും ഇവിടെ അതായത് ഒരു ഉദാഹരണം, മത്തായി ആണോ സുവിശേഷം എഴുതിയത്? ഇനി മറ്റ് രചയിതാക്കളെ കുറിച്ച് പറയുമ്പോഴും ഇവരാണോ ഈ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതിയത്? അങ്ങനെ ഒരു ആർഗ്യുമെന്റ് എപ്പോഴും എല്ലാ രചനകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് കാണുന്നു. സഭാപിതാക്കന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് അലക്സാൻഡ്രിയയിലെ ക്ലെമന്റ്, തെർത്തുല്യൻ, ഒരിജിൻ, എഫ്രൈം തുടങ്ങിയവർ ആദ്യത്തെ സുവിശേഷത്തിന്റെ രചയിതാവ് മത്തായി ആണെന്നുള്ളതിന് തെളിവുകൾ നമുക്ക് തരുന്നു. അതായത് മത്തായി 9:9, 10:3, മർക്കോസ് 3:18 എന്നിവയിലൂടെ. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാടിനെ അനേകര് ചോദ്യം ചെയ്യുന്നുണ്ട്. യഹൂദ പാരമ്പര്യങ്ങളും ചിന്താഗതിയും വ്യക്തമായി അറിയുന്നയാളാണ് ഗ്രന്ഥകാരൻ. സുവിശേഷത്തിലെ ചില പ്രയോഗങ്ങൾ ഈ നിഗമനത്തിലേക്ക് നയിക്കുന്നവയാണ്. സ്വർഗരാജ്യം, അതായത് മറ്റു സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്ന് കാണുന്നു. സ്വർഗരാജ്യം, നിയമം പൂർത്തിയാക്കുക, നിയമവും പ്രവാചകന്മാരും, ഇസ്രായേൽ ഭവനം, നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല, മാംസരക്തങ്ങൾ തുടങ്ങിയുള്ള പ്രയോഗങ്ങള് ഇത്തരം യഹൂദ പാരമ്പര്യങ്ങളെ കുറിച്ച് അറിവുള്ളവനാണെന്നും
യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നതെന്നും സൂചിപ്പിക്കുന്നു. ഇനി മത്തായി എവിടെ വെച്ചാണ് സുവിശേഷം എഴുതി, ഇതിന്റെ കാലഘട്ടം എന്നുള്ളതാണ് ഏതാണ് എന്നുള്ളത്. 2 സ്ഥലങ്ങളാണ് പൊതുവെ സുവിശേഷ രചനയ്ക്ക് സാധ്യതയുള്ളതായി പറയപ്പെടുന്നത്. അതായത് പലസ്തീനായും സിറിയയിലെ അന്ത്യോക്യയും. ഇനി സുവിശേഷത്തിന്റെ ഘടന, ഈ മത്തായിയുടെ സുവിശേഷത്തിന്റെ നമ്മൾ അല്പം പോകുന്ന ഇനി ഈ പുസ്തകം, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫയലിന്റെ അവസാന ഭാഗത്ത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ഒരു ഘടന കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് യേശുവിന്റെ ഇവിടെ, അതായത് നമ്മള് ഈ ഒരു സുവിശേഷത്തിന് എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു തീസിസ് എഴുതാനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പഠനത്തിനായിട്ടോ ഏതെങ്കിലും ഒരു ബൈബിൾ ഭാഗമോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പെരിക്കോപ്പിന്റെ ഘടന അത് എന്താണ് എന്നുള്ളത്. ഈ മത്തായി സുവിശേഷത്തിന്റെ ഘടന നമുക്ക് 1-ാമത്തെ അധ്യായം 1 മുതൽ 2-ാമത്തെ അധ്യായം 25 വരെയുള്ളതില് യേശുവിന്റെ ജനനം, 2-ാമത്തേത് ദൈവരാജ്യ പ്രഘോഷണം, സുവിശേഷ പ്രഘോഷണം, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ, സഭയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ, ദൈവരാജ്യത്തിന്റെ ആഗമനം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമുക്കതില് ഇങ്ങനെയൊരു ഘടന നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്മൾ മർക്കോസിന്റെ സുവിശേഷമാണ് കാണുന്നത്. കാനോനിക സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുതും ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതുമായ സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിന്റേത്. പീഡാനുഭവ വിവരണം ഈ ഗ്രന്ഥത്തിന്റെ 37% ഭാഗവും യേശുവിന്റെ അവസാന ആഴ്ചയിലെ സംഭവങ്ങളാണ് വിവരിക്കുന്നത്. അതായത് ഈ മർക്കോസിന്റെ സുവിശേഷത്തില് ഇത് നമ്മൾ ഇനി കാണുന്നു, ഇത് എഴുതിയത് മതപീഡന കാലം, പ്രത്യേകിച്ചും നീറോയുടെ മതപീഡന കാലഘട്ടത്തിലാണ് ഇത് എഴുതിയത് എന്ന് പറയപ്പെടുന്നു. ഈ മർക്കോസിന്റെ സുവിശേഷം പുസ്തകം ആദ്യാന്തം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പീഡിപ്പിക്കപ്പെടുന്നവരെ, വേദനയിലും ദുരിതങ്ങളിലും കഴിയുന്നവർക്ക് ഒരാശ്വാസമായിട്ട് ഈ ഗ്രന്ഥം നിലകൊള്ളുന്നു എന്നത്. ഇനി ഇതിലെ അനുവാചകര് ആരാണ് എന്നുള്ളത്, അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് ചില സൂചനകൾ മാത്രം ഇതിൽ നിന്നും ലഭ്യമാണ്. അതായത് അരമായ വാക്കുകളുടെ അർത്ഥം പല സ്ഥലത്തും മർക്കോസ് നൽകുന്നുവെന്നത്. ഉദാഹരണം ബൊവനർഗസ്, തലീത്തക്കും, കൊർബാൻ, എഫാത്ത, ഗൊൽഗോഥ. യഹൂദരുടെ പതിവുകളും രീതികളും ചില സ്ഥലങ്ങളിൽ മർക്കോസ് വിശദീകരിച്ച് നൽകുന്നു. ഉദാഹരണമായി 7:3, 14:12, 15:42. ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മർക്കോസിന്റെ അനുവാചകർ അരമായ ഭാഷയും യഹൂദ രീതികളും അറിയാത്ത വിജാതീയ ക്രിസ്ത്യാനികൾ ആയിരിക്കാമെന്നാണ്. അടുത്തത് സുവിശേഷ രചനയുടെ കാലം. സുവിശേഷം എഴുതപ്പെട്ട കാലത്തെക്കുറിച്ച് സുവിശേഷത്തിനുള്ളിൽ വ്യക്തമായ പരാമർശമൊന്നുമില്ല. 63-നും 68-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ സുവിശേഷം എഴുതപ്പെട്ടുവെന്നാണ് കൂടുതൽ പേരും അനുമാനിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ സഹനങ്ങൾക്കും പീഡനങ്ങൾക്കും ലഭിക്കുന്ന ഊന്നൽ ഈ ഗ്രന്ഥം പീഡനങ്ങളുടെ കാലത്ത് രചിക്കപ്പെട്ട കൃതിയാണെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ AD 64-68 കാലഘട്ടത്തിൽ നീറോയുടെ മതമർദ്ദന കാലത്താകാം ഈ സുവിശേഷം രചിക്കപ്പെട്ടത്. സഭാപിതാക്കന്മാരുടെ സാക്ഷ്യത്തെ അധികരിച്ചു നാം നടത്തിയ കാലഗണനയോട് ചേർന്ന് പോകുന്നതാണ് ഈ നിരീക്ഷണവും. വീണ്ടും ഇതിലെ സാഹിത്യ രൂപങ്ങൾ, അതായത് നമ്മൾ ഇതിനു മുൻപും നമ്മൾ ബൈബിൾ പഠനത്തിൽ നമ്മൾ കണ്ടായിരുന്നു, ഓരോ വിശുദ്ധ ഗ്രന്ഥ രചനയിലും വിവിധ തരത്തിലുള്ള ഭാഷാ ശൈലികള്, രചനാ ശൈലികള് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ഭാഷാ ശൈലികള്, അതായത് പ്രഖ്യാപന കഥകള്, അത്ഭുത കഥകള്, യേശു കഥകള്, മർക്കോസിന്റെ രചനകള്, സംക്ഷിപ്ത റിപ്പോർട്ടുകൾ, ഉപമകളും സൂക്തങ്ങളും. സുവിശേഷത്തിലെ രചനാ സവിശേഷതകൾ. 2-ാം സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് ഉന്നത നിലവാരത്തിലുള്ള ഗ്രീക്ക് ഭാഷയിലാണെന്ന് ഗ്രീക്ക് ഭാഷാ പണ്ഡിതർ കരുതുന്നില്ല. ലളിതമായ ഗ്രീക്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ സുവിശേഷത്തിലെ ഭാഷയ്ക്ക് അക്കാലത്തെ സംസാര ഭാഷയുമായുള്ള സാദൃശ്യം പണ്ഡിതർ എടുത്തു കാണിക്കുന്നുണ്ട്. ഇവിടെ അതായത് ഒരു രചനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും
അവരുടെ ആ ഭാഷയുടെ ആ കപ്പാസിറ്റി ഇവിടെ നമ്മൾ പറയുന്നത് ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ അത്ര നല്ലൊരു ഭാഷാശൈലി അല്ല ഉള്ളത് എന്നാണ്. യേശുവിന്റെ കാലത്തെ സംഭവങ്ങൾ നമ്മുടെ ഭാവനയിൽ എന്നിരുന്നാലും ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെ ഇന്നും നമ്മുടെ വിശേഷത്തില് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിനായി ലഗിയോൺ ആവേശിച്ച മനുഷ്യൻ, അപസ്മാരം പിടിപെട്ട ബാലനെ സുഖപ്പെടുത്തുന്ന സംഭവം മുതലായവ. വീണ്ടും നമ്മെ പോലെ തന്നെ വികാര വിചാരങ്ങളുള്ള ഒരു പച്ച മനുഷ്യനായിട്ടാണ് യേശുവിനെയും മർക്കോസ് ചിത്രീകരിച്ചിരിക്കുന്നത്. അനുകമ്പയുള്ള, കാർക്കശ്യം കാണിക്കുന്ന, വിസ്മയിക്കുന്ന ഇങ്ങനെ ഒരു ജീവിതത്തിലെ എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഈ ബിജു മടത്തിക്കുന്നേലച്ഛന്റെ ഒരു പടമുണ്ട്, ചിരിക്കുന്ന ഈശോ. ഒരു പക്ഷേ അതിനു മുൻപ് ഇപ്പൊ ഈ റീസെന്റ് ചിരിക്കുന്ന മാതാവ്, ഉണ്ണീശോയെ, പിതാവിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം ആ ചിരിക്കുന്ന ഈശോയുടെ ആ പടം വളരെ വളരെ ഫേമസ് ആയിരുന്നു. പരിശുദ്ധ പിതാവിന്റെ അടുത്ത് വരെ ആ ചിത്രം എത്തി. നമ്മുടെ സങ്കല്പത്തില് നമ്മൾ മെനഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ഇമേജ് ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു കുഞ്ഞു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിണങ്ങുന്ന, അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന, ശാസിക്കുന്ന ഒരു ദൈവം. അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ വളരെ പയസ്സായിട്ട് മാത്രമുള്ള. പക്ഷേ ഇവിടെ മർക്കോസ് സുവിശേഷം കാണുമ്പോൾ എല്ലാ വിധത്തിലുമുള്ള ഭാവങ്ങളോട് കൂടിയ ഒരു മിശിഹായെയാണ് മർക്കോസ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ രചനാ ശൈലിയുടെ, ഈ സാഹിത്യ ശൈലിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിലെ സംഭവങ്ങൾ ഓരോന്നും വിശദമായി അവതരിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ ദ്രുതഗതിയിൽ പെട്ടെന്ന് തന്നെ ഒന്നിനു പിറകെ മറ്റൊന്നിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു രചനാ രീതിയും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ചടുല നീക്കങ്ങളാണ് സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. യേശുവിന്റെ പ്രബോധനങ്ങളെക്കാൾ പ്രവർത്തനങ്ങൾക്കാണ് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് പ്രത്യേകിച്ച് മർക്കോസ് ഊന്നൽ നൽകുന്നത്. അടുത്തത് മിശിഹായെ കുറിച്ചിട്ടുള്ള ക്രിസ്തു വിജ്ഞാനീയ പ്രബോധനങ്ങളാണ് നമുക്ക് കാണാവുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിലെ ക്രിസ്തു ശാസ്ത്രം ഏറ്റവും അധികം വെളിപ്പെടുന്നത് യേശുവിനെ കുറിക്കാൻ മർക്കോസ് ഉപയോഗിക്കുന്ന നാമങ്ങളിലും സ്ഥാനപ്പേരുകളിലുമാണ്. അവയെക്കുറിച്ച് നമുക്കൊന്ന് കാണാം. പ്രധാനമായിട്ട് ദൈവപുത്രൻ, ക്രിസ്തു, മനുഷ്യപുത്രൻ, യേശു, ദാവീദിന്റെ പുത്രൻ, കർത്താവ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നാമങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ വിളിക്കപ്പെടുന്ന മറ്റു പേരുകള് പ്രവാചകന്, മറിയത്തിന്റെ മകന്, റബ്ബി എന്നുള്ള കോമൺ പൊതുവായിട്ടുള്ള നാമങ്ങളും ഈശോയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നത് ശിഷ്യത്വത്തെ കുറിച്ചിട്ടുള്ള പ്രബോധനങ്ങള്. ഗുരുവിനെ അനുഗമിക്കുകയാണ് ശിഷ്യൻ ചെയ്യേണ്ടത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാർക്ക് നല്ലതും അല്ലാത്തതുമായ പ്രത്യേകതകൾ കാണാനായിട്ട് സാധിക്കും. യേശുവിന്റെ ദൗത്യം തന്നെയാണ് ശിഷ്യന്മാരും നിർവഹിക്കുന്നത്. ശിഷ്യത്വത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വ്യക്തമാക്കുന്നതാണ് ശിഷ്യന്മാരെ ഈശോ വിളിക്കുന്നതും അയക്കുന്നതുമായ രംഗങ്ങള്. ഇനി നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ എല്ലാത്തിന്റെയും ഘടനയിലൂടെ നമ്മൾ പോകുന്നില്ല എന്ന്. ഇതിന്റെ ഘടനയും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അടുത്തത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷമാണ്. ഇതിന്റെ നമുക്കറിയാം മൂന്നാമത്തെ സുവിശേഷമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ലൂക്ക എഴുതിയെന്ന് പറയുന്നത് ഈ ലൂക്കായുടെ സുവിശേഷവും അതുപോലെ തന്നെ അപ്പസ്തല പ്രവർത്തനങ്ങളുമാണ്. എന്നാൽ ഈ രണ്ട് രചനകളിലും നമുക്ക് ഗ്രന്ഥകാരന്റെ പേര് കാണാനായിട്ട് സാധിക്കുകയില്ല. ഇനി നമുക്ക് ചില സൂചനകളുണ്ട്. കൊളോസസ് 4:14, 2 തിമോത്തി 4:11 എന്നീ ലേഖന ഭാഗങ്ങളിൽ, ഫിലമോൻ 24-ാം അധ്യായത്തിലൊക്കെ നമുക്ക് ലൂക്ക പൗലോസിന്റെ സഹപ്രവർത്തകനായിരുന്നു എന്ന ധാരണ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ ധാരണ അപ്പസ്തോല പ്രവർത്തനങ്ങള് 16:10-17, 20:5-6 ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാത്രാ വിവരണങ്ങളോട് ഒത്തുപോകുന്നതായി ഇവയൊക്കെ അതായത് പൗലോസിന്റെ സഹപ്രവർത്തകനായിരുന്നു ലൂക്ക എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസിന്റെ പ്രേക്ഷിത യാത്രകൾ ചെയ്തിട്ടുണ്ട്. അത് മുഖവിലയ്ക്ക് എടുക്കേണ്ടതല്ലെങ്കിലും ഞങ്ങൾ യാത്രാ വിവരണങ്ങൾ
തുടങ്ങിയ ചരിത്രപരമായ അടിസ്ഥാനത്തിന്റെ കണിക പോലും ഇല്ലാത്ത കേവലം സാഹിത്യ സൃഷ്ടി മാത്രമായി കരുതാവുന്നതല്ല. ലൂക്ക കുറെ കാലമെങ്കിലും പൗലോസിന്റെ സഹയാത്രികനായിരുന്നു എന്ന ധാരണയും പൗലോസിനൊപ്പം ലൂക്ക കാരാഗ്രഹവാസം അനുഭവിച്ചിട്ടുണ്ടെന്ന പാരമ്പര്യവും നമുക്ക് 1-ാം നൂറ്റാണ്ടില് ഉണ്ട്. വീണ്ടും ലൂക്ക നമുക്കറിയാം വിജാതീയനാണ്, യഹൂദ ക്രൈസ്തവനല്ല. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച വിജാതീയ ശിഷ്യരുടെ കൂട്ടത്തിലാണ് നമുക്ക് എവിഡൻസ് ഉള്ളത്. കൊളോസസ് 4:10-14 ലൂക്കായുടെ പേര് പഴയ നിയമത്തോടും യഹൂദരുടെ തിരുഗ്രന്ഥത്തോടും ചേർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹൂദ പാരമ്പര്യങ്ങളോടും എന്നിരുന്നാൽ തന്നെ യഹൂദ പാരമ്പര്യങ്ങളോട് ലൂക്കായ്ക്ക് ഉറ്റ പരിചയവും ആദരവും ഉണ്ടായിരുന്നു. വീണ്ടും ലൂക്ക ഒരു വൈദ്യനായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് മതിയായ തെളിവ് ലൂക്കായുടെ രചനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. വീണ്ടും മർക്കോസ് ഗ്രീക്ക് ഭാഷ നിപുണനായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ ഇവിടെ ലൂക്ക ഗ്രീക്ക് ഭാഷയില് നിപുണനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആളും തരവും സന്ദർഭത്തിന് വേണ്ടി ഉള്ള ഭാഷാ പ്രയോഗങ്ങളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് വിവരണങ്ങളിലെ സന്ദർഭങ്ങൾക്കും ഓരോ സന്ദർഭത്തിലെയും അനുവാചകർക്കും യുക്തമായ ഭാഷാ ശൈലി സ്വീകരിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് ഇവിടെ ലൂക്ക. അതുപോലെ തന്നെ വേദപണ്ഡിതനും സമർത്ഥനായ വേദവ്യാഖ്യാതാവുമായിട്ടാണ് ലൂക്കായെ വിശേഷിപ്പിക്കുന്നത്. യഹൂദരുടെ തിരുഗ്രന്ഥമായിരുന്ന സപ്തതി പതിപ്പായിരുന്നു യേശുക്രിസ്തുവിന്റെയും അപ്പസ്തലന്മാരുടെയും പുതിയ നിയമ ഗ്രന്ഥകർത്താക്കളുടെയും വിശുദ്ധ ഗ്രന്ഥം. അത് മുഴുവൻ വിശുദ്ധമായും കാച്ചിക്കുറുക്കിയും ലൂക്കായ്ക്ക് അറിയാമെന്ന് അദ്ദേഹത്തിന്റെ 2 വാല്യങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. തിരുഗ്രന്ഥത്തെ മുഴുവൻ പ്രവചനമെന്ന് ലൂക്ക കാണുന്നു. രചനാകാലവും സ്ഥലവും 70-75 കാലഘട്ടത്തിൽ ലൂക്കായുടെ സുവിശേഷം രചിക്കപ്പെട്ടെന്ന് കരുതാം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ രചനാ സ്ഥലങ്ങളായി ഈജിപ്ത്, അന്ത്യോക്യ, അക്കൈദ, റോമ, എഫേസോസ്, മാസിഡോണിയ, കേസറിയ, ഗ്രീക്ക് ദ്വീപുകൾ, ഏഷ്യ മൈനർ എന്നിങ്ങനെ വിവിധയിടങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഇവിടെ ലൂക്ക സുവിശേഷകന്റെ പ്രഥമ അനുവാചകര് ആരാണ് എന്നുള്ളതാണ്. തെയോഫിലോസ് എന്ന പേര് പ്രതിനിധീകരിക്കുന്ന പ്രഥമ അനുവാചകരെയും ലൂക്ക വിവരണം എഴുതുന്നതിന്റെ ഉദ്ദേശവും 1:1-4 വ്യാഖ്യാനത്തിൽ വിശദമാക്കുന്നുണ്ട്. ഇവിടെ 1:1-4 നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണ് എനിക്കും തോന്നി. ഇവിടെ തെയോഫിലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഈ രചന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് ലൂക്കായുടെ ക്രിസ്തുശാസ്ത്രം. ലൂക്ക 3:6 ഇതിവൃത്ത സൂത്രവാക്യം പുതിയ നിയമ സുവിശേഷകന്മാരിൽ ലൂക്കായുടെ ക്രിസ്തുശാസ്ത്രത്തിന്റെ അനന്യതയുടെ അടയാളമാണ് രക്ഷ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള സൊത്തേരിയോ. ഇവിടെ സൊറ്റേരിയോസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലിറ്ററേഷനോട് ചേർന്നുകൊണ്ട് സൊറ്റേരിയോസ് എന്ന പദമാണ്. അതിന്റെ അർത്ഥം രക്ഷ എന്നുള്ളതാണ്. ഈ പദം എഫേസോസ് 6:7, തീത്തോസ് 2:4 എന്നിവിടങ്ങളിൽ ഒഴിച്ചാൽ പുതിയ നിയമത്തിൽ ലൂക്കായുടെ പദമാണ്. രക്ഷ എന്നു മാത്രം അർത്ഥമുള്ള സൊറ്റേർ എന്ന പദവും യോഹന്നാൻ 4:42 ഒഴിവാക്കിയാൽ സുവിശേഷകന്മാരിൽ ലൂക്കായുടേത് ആണ്. ഇവിടെ നമുക്ക് ഇത്രയും ഇതിന്റെ അകത്ത് പറയാനുള്ളൂ. അതായത് ഈ രക്ഷ എന്ന ആ ഒരു കാഴ്ചപ്പാടിന് ലൂക്ക സുവിശേഷകൻ വളരെയധികം പ്രാധാന്യം നൽകുന്നു. മറ്റു സുവിശേഷകളും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലൂക്ക സുവിശേഷകനെ കുറിച്ചായിരുന്നു. ലൂക്കായുടെ രക്ഷ എന്ന ഒരു കാഴ്ചപ്പാടിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ലൂക്ക സുവിശേഷകൻ യഹൂദ ക്രൈസ്തവനായിരുന്നില്ല. അതുകൊണ്ട് ഈ രക്ഷ സകലർക്കും നൽകുന്നു. ആ ഒരു കാഴ്ചപ്പാടിന് രക്ഷകനായ മിശിഹായെ തിരിച്ചറിഞ്ഞതും ആ രക്ഷ പ്രഘോഷിക്കുന്നതിനിവിടെ വളരെയധികം പ്രാധാന്യം നൽകുന്നു. പിന്നെ ഇതിനോട് ചേർന്ന മറ്റു ചില കാഴ്ചപ്പാടുകളാണ് ശിഷ്യത്വം. സുവിശേഷത്തിലെ ശിഷ്യത്വ വിചാരത്തിന്റെ
എല്ലാം ഉപേക്ഷിക്കുക, അനുദിനം സ്വന്തം കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുക, ദൈവവചനം കേൾക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നീ 3 മാനങ്ങൾക്ക് അന്യാദൃശ്യമായ ഊന്നൽ നൽകുന്നു. സാർവത്രിക രക്ഷ, ദൈവത്തിൽ നിന്നുള്ള രക്ഷ മനുഷ്യകുലത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അവിടുന്ന് പ്രസാദിക്കുന്ന സകലർക്കും യേശുവിൽ ലഭ്യമാണ്. വീണ്ടും രക്ഷ എന്ന ഡയമെൻഷൻ വരുന്നു. വീണ്ടും ഇവിടുത്തെ ചില സാഹിത്യ രൂപങ്ങള്, ലൂക്ക വിവരണം നമ്മൾ മർക്കോസിൻ്റെത് കണ്ടായിരുന്നു. ഒരു ഏതൊക്കെ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ലൂക്ക വിവരണം ക്രിസ്തീയ രക്ഷാ ചരിത്രം എന്ന സാഹിത്യ രൂപം കൊണ്ട് സമ്പുഷ്ടവും മനോഹരവും അനുവാചകർക്ക് ആവേശമേറ്റുന്നതുമാക്കി. അതിനുള്ളിലെ പ്രമുഖ സാഹിത്യ രൂപങ്ങൾ ഇവയാണ്. 1, ആമുഖ പ്രസ്താവന നമ്മളിപ്പോൾ കണ്ടു. 2, ജനന അരുളപ്പാട്, വിളി വിവരണം, ഈശോയുടെ ജനനത്തെ കുറിച്ചിട്ടുള്ള അരുളപ്പാടുകള്. പിന്നെ വിളി, ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന ആ വിവരണങ്ങള്. ഈശോയുടെ ബാല്യകാല വിവരണം, അതായത് ഇൻഫൻസി നറേറ്റീവ് എന്ന് പറയും. ഈശോയുടെ ബാല്യകാല വിവരണത്തെ കുറിച്ച് വളരെ മനോഹരമായ വിവരണങ്ങള്, വിശദീകരണങ്ങൾ നമുക്ക് നൽകുന്നത് ലൂക്കാ സുവിശേഷകനാണ്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഗീതങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, പ്രഘോഷണമുണ്ട്, വിരുന്ന് വിവരണമുണ്ട്. അതുപോലെ തന്നെ സംഗ്രഹക്കുറിപ്പുകള്, വിവരണങ്ങൾ, പ്രഖ്യാപന കഥകൾ, ഉപമകള്, ജ്ഞാനോക്തികള്, അത്ഭുത വിവരണം, യാത്രാ വിവരണം നമ്മൾ ആദ്യം കണ്ടായിരുന്നു. ലൂക്കാ സുവിശേഷകന് വളരെയധികം ഭാഷാ നൈപുണ്യമുള്ള ഒരാളായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സാഹിത്യ ശൈലി ലൂക്കാ സുവിശേഷകൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വീണ്ടും സാഹിത്യ രൂപങ്ങളിലെ മറ്റ് ചില രൂപങ്ങള്, അതായത് സമാന്തരത. ഈ സാഹിത്യ വിദ്യ ലൂക്കായുടെ വിവരണത്തിലെ ശ്രദ്ധേയവും ആകർഷകവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു പ്രത്യേകതയാണ്. ഒപ്പം നിൽക്കുന്നത്, അതിലേറ്റവും അധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് പുരുഷ സ്ത്രീ, സ്ത്രീ പുരുഷ സമാനതയ്ക്ക് ലൂക്ക നൽകിയിട്ടുള്ള ശ്രദ്ധ. ഇത് അപ്പം അതിന്റെ ബാക്കിയുള്ള നിങ്ങൾ ഒരു പക്ഷേ ഇതിന്റെ ഫയൽ വായിച്ചവര് നിങ്ങൾ PDF ഫയൽ നിങ്ങൾ വായിച്ചവര് ഓർത്ത് കാണും. ഇതിനെ ഈ സ്ത്രീ പുരുഷ സമത്വത്തിന്, സമാന്തരതയ്ക്ക് മാത്രം ഒരു പ്രാധാന്യം കൊടുത്തത് എന്നുള്ളത്. ഒരു ഫെമിനിൻ വോയിസ് ഏറ്റവും അധികം കാണപ്പെടുന്ന സുവിശേഷങ്ങളിൽ ഒന്ന് എന്ന് നമുക്കിതിന് പറയുന്നതിന് തെറ്റില്ല. കാരണം അന്നത്തെ യഹൂദ പാരമ്പര്യം അനുസരിച്ച്, വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം തീർച്ചയായിട്ടും, പക്ഷേ യഹൂദ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് സ്ത്രീകളുടെ സ്ഥാനത്തെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ ഒരു സ്ത്രീ പുരുഷ സമാന്തരത അല്ലെങ്കിൽ തുല്യത ഇവിടെ ലൂക്കാ സുവിശേഷകൻ കൊണ്ടുവരുന്നുണ്ട്. വീണ്ടും നമ്മൾ അടുത്തത് കാണുന്നത് യോഹന്നാനെയാണ്, യോഹന്നാന്റെ സുവിശേഷം. ഇത്രയും നേരം നമ്മൾ കണ്ട ഈ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും പഠിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് നമ്മൾക്ക് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം. സമാന്തര സുവിശേഷങ്ങൾ മിശിഹായുടെ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ, യോഹന്നാൻ ശ്ലീഹ മിശിഹായുടെ വ്യക്തിത്വത്തിന്റെ ആഴങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഈശോയാകുന്ന വ്യക്തിയിലേക്കാണ് ഇവിടെ യോഹന്നാൻ കൂടുതലായിട്ട് ഊന്നൽ നൽകുന്നത്. പുതിയ നിയമാവിഷ്കാരത്തിന്റെ പരമകഷ്ടയിൽ എത്തി നിൽക്കുന്ന ഈ 4ാം സുവിശേഷം, ആത്മീയ സുവിശേഷം, അരൂപിയുടെ സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം, വിശ്വാസത്തിന്റെ സുവിശേഷം, ജീവന്റെ സുവിശേഷം എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നു. സുവിശേഷത്തിന്റെ ലക്ഷ്യം. യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ ഉള്ളടക്കത്തെ വിശേഷിപ്പിക്കുന്നത് അടയാളങ്ങൾ എന്നാണ്. അടയാളങ്ങൾ എന്നതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കളിൽ ചിലർ ഈശോ ചെയ്ത അത്ഭുതങ്ങളെ മാത്രം അർത്ഥമാക്കുമ്പോൾ, മറ്റു ചിലർ സുവിശേഷത്തിന്റെ ഉള്ളടക്കം മുഴുവനും ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നു. അതായത് നമ്മളിപ്പോൾ പറയുന്നത് അടയാളങ്ങൾ എന്നുള്ള, അതായത് അടയാളങ്ങളുടെ സുവിശേഷങ്ങൾ എന്നും കൂടി ഇത് അറിയപ്പെടുന്നു. ആ വാക്കിന്റെ ആഴങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അടയാളങ്ങൾ എന്നതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, അദൃശ്യമായ യാഥാർത്ഥ്യത്തെ നമുക്ക് ദൃശ്യമാക്കി തരുന്നതാണ് ഈ അടയാളങ്ങള്. അതായത് ഈശോ ദൈവപുത്രനായ മിശിഹായാണെന്ന യാഥാർത്ഥ്യമാണ് വിശ്വാസത്തിന്റെ വിഷയം. ദൈവപിതാവിന്റെ ജീവനിൽ പങ്കുചേരുന്നവനാണ് ദൈവപുത്രൻ. മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഈശോ പ്രദാനം ചെയ്യുന്ന ജീവൻ
അതായത് ഇത് ദൈവിക ജീവൻ, നിത്യജീവൻ. വീണ്ടും ഇതിന്റെ ചില ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് സംവാദപരങ്ങളായ ലക്ഷ്യങ്ങള്, ചില ഉദ്ദേശ്യങ്ങൾ സുവിശേഷകന് ഉണ്ടായിരുന്നു. അതായത് യഹൂദർക്കെതിരെ സുവിശേഷത്തിൽ യഹൂദരെ പറ്റിയുള്ള പരാമർശങ്ങൾ സുവിശേഷകന് അവരോട് വിരുദ്ധ മനോഭാവം ഉണ്ടായിരുന്നുവെന്ന് ചിന്തിക്കുവാനാണ് നമ്മെ പ്രേരിപ്പിക്കുക. ഈ വസ്തുത ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യഹൂദർ എന്ന സുവിശേഷ പ്രയോഗത്തിൽ വ്യക്തമാണ്. സമാന്തര സുവിശേഷങ്ങളിൽ 6 or 7 തവണ വീതം ഇത് കാണുമ്പോൾ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 71 തവണ ഇത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സ്നാപക ശിഷ്യന്മാരുമായുള്ള സംവാദം. സ്നാപകനെ ഈശോയേക്കാൾ ശ്രേഷ്ഠനായി ചിത്രീകരിച്ചിരുന്നവരും സുവിശേഷകർ എതിർക്കുന്നുണ്ട്. ഈശോയെയും സ്നാപകനെയും പറ്റി പരാമർശിക്കുമ്പോഴെല്ലാം സുവിശേഷകൻ ഈശോയെ സ്നാപകനോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത വിധം ഉന്നതനായി, അതായത് മിശിഹ ഈശോയ്ക്ക് ഏറ്റവും അധികം ഒരു ഉയർന്ന സ്ഥാനം നൽകുകയാണ്. ഇനി ഇവിടെ ഒരു താരതമ്യം വന്നു കഴിഞ്ഞാൽ തന്നെയും ആ മിശിഹായുടെ ഔന്നത്യത്തെ ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നു. വീണ്ടും നോസ്റ്റിക്കുകൾക്കെതിരായിട്ടുള്ള അതായത് ജ്ഞാനവാദികൾക്കെതിരായിട്ടുള്ള ഒരു സുവിശേഷമായിട്ട് ഇതിനെ കാണാം. വചനം മധ്യവർത്തികളെ ആശ്രയിക്കാതെ തന്നെ മാംസം ധരിച്ചുവെന്ന പ്രസ്താവനയിലൂടെ അവരുടെ, അതായത് ജ്ഞാനവാദികളുടെ പ്രപഞ്ചശാസ്ത്രത്തെയും സ്നേഹത്തിന് നൽകുന്ന പരമപ്രാധാന്യത്തിലൂടെ അവരുടെ വിജ്ഞാനത്തെയും അസ്വീകാര്യമായി സുവിശേഷകൻ ചിത്രീകരിക്കുന്നു. സുവിശേഷകൻ ഒരു തികഞ്ഞ പണ്ഡിതനും ക്രാന്തദർശിയും ആനുകാലിക പ്രവാചകനുമായിരുന്നുവെന്ന് തെളിയുന്നു. തന്മൂലം സുവിശേഷ പഠനത്തിന് സുദീർഘവും നിരന്തരവുമായ അനുദിന ധ്യാനം കൂടിയേ തീരൂ. സുവിശേഷത്തിന്റെ സാർവത്രിക ലക്ഷ്യം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഈശോയിലേക്ക് വരുവാൻ തുടങ്ങിയതിന്റെ സൂചനയാണ് ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഇടയനുമാകും. ഈശോയുടെ മരണം യഹൂദരെ പ്രതി മാത്രമല്ല, ചിന്നിച്ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ എല്ലാം പ്രതിയാണ്. ഇതിൽ നിന്നും 10:16 സൂചന വിജാതീയരെയും ബാധിക്കുന്നതാണ് എന്ന് അനുമാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് കരുതാം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇനി വീണ്ടും മറ്റു സുവിശേഷങ്ങളില് നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ സുവിശേഷകനെ കുറിച്ചുള്ള സംശയങ്ങളും അതിനുള്ള നിവാരണങ്ങളും നമുക്കിവിടെ കണ്ടെത്താനായിട്ട് കഴിയും. ഈ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം ആര് എഴുതി എന്നത് ബൈബിൾ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. മറ്റെല്ലാവരെയുംക്കാൾ ഈശോയുടെ സ്നേഹത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചവനാണ് യോഹന്നാൻ. വിശുദ്ധ യോഹന്നാന്റെ ഈ മിശിഹ അനുഭവം പകർന്നു നൽകിയതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചല്ല, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട പരസ്പര സ്നേഹത്തെക്കുറിച്ചുമാണ് യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഇവിടെ ആ ഈശോയുടെ സ്നേഹത്തിന് വീണ്ടും ഊന്നൽ നൽകുകയാണ് ശ്ലീഹ ചെയ്യുന്നത്. സുവിശേഷവും ചരിത്രാധിഷ്ഠിത പാരമ്പര്യവും. അടുത്ത കാലത്ത് നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങൾ സുവിശേഷത്തിലെ പല വിശദാംശങ്ങളുടെയും വിശ്വസനീയത തെളിയിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ഈശോയെ അവതരിപ്പിക്കുന്ന പശ്ചാത്തലം ചരിത്രാധിഷ്ഠിതമാണെന്ന് വ്യക്തമാകുന്നു. യോഹന്നാന്റെ ദൈവശാസ്ത്രം, ആദ്യത്തെ മിശിഹ വിജ്ഞാനീയം. യോഹന്നാന്റെ മിശിഹ വിജ്ഞാനീയം മനസ്സിലാക്കാൻ 3 ഘടകങ്ങൾ കണക്കിലെടുക്കണം. 1, ചരിത്രവും വിശ്വാസവും തമ്മിലുള്ള ബന്ധം. 2, മാംസവും മഹത്വവും അഥവാ മനുഷ്യത്വവും ദൈവത്വവും തമ്മിലുള്ള ബന്ധം. 3, വ്യക്തിയും ദൗത്യവും തമ്മിലുള്ള ബന്ധം. അടുത്തത് സഭാവിജ്ഞാനീയം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ സഭ, ദൈവജനം, മിശിഹായുടെ ശരീരം തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് സഭാവിജ്ഞാനീയം ഇല്ലാത്ത ഒരു സുവിശേഷമായി ഈ സുവിശേഷത്തെ ചിലർ സ്വീകരിക്കുന്നുണ്ട്. സഭയെ സൂചിപ്പിക്കുന്ന മണവാട്ടി, ദൈവരാജ്യം, തൊഴുത്ത് തുടങ്ങിയ പദങ്ങൾ ഈ സുവിശേഷത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. വീണ്ടും ഇവിടെ കൂദാശകളുടെ
ദൈവവിജ്ഞാനീയം. യോഹന്നാന്റെ സുവിശേഷത്തിലെ കൂദാശകളെ പറ്റി വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. അല്പ സ്പീഡിൽ വിടുവാണ്. ഇത് നിങ്ങൾക്ക് PDF പിന്നെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. പിന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫയലിലും ഇതുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ കണ്ടു, കൂദാശകൾക്ക് ഊന്നൽ കൊടുക്കുന്നുണ്ട്. മാമോദിസ കുർബാന, അതായത് 6-ാം അധ്യായത്തില് യോഹന്നാന്റെ സുവിശേഷം പരിശുദ്ധ കുർബാന 6-ാം അധ്യായം പരിശുദ്ധ കുർബാനയെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. യുഗാന്ത വിജ്ഞാനീയം. ശിഷ്യന്മാര് ഈ ഭൂമിയിൽ ഈശോയുടെ മഹത്വം ദർശിക്കുമെങ്കിൽ അവർ പിതാവിന്റെ സന്നിധിയിൽ ഈശോയെടുത്ത്, അതായത് ഒന്നു ചേരുമെന്നുള്ള സ്വർഗത്തെ കുറിച്ചിട്ടുള്ള ആ കാഴ്ചപ്പാടും ഇവിടെ മനോഹരമായിട്ട് തരുന്നുണ്ട്. പിന്നെ പരിശുദ്ധാത്മ വിജ്ഞാനീയം, അതായത് പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്ന്, അരൂപിയുടെ സുവിശേഷം എന്ന അപരനാമത്തിലാണ് ഈ സുവിശേഷം അറിയപ്പെടുന്നത് തന്നെ. വീണ്ടും ഇതിലെ ക്രമീകരണങ്ങൾ. ഈ സുവിശേഷത്തെ പ്രധാനമായും 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഈശോയുടെ പരസ്യ ജീവിതം വിവരിക്കുന്ന അടയാളങ്ങളുടെ പുസ്തകം എന്ന്, അവിടുത്തെ സഹന മരണ ഉത്ഥാനങ്ങൾ വിവരിക്കുന്ന മഹത്വത്തിന്റെ പുസ്തകം എന്ന് ഇതിനെ 2ആയിട്ട് വിവരിക്കാം. ഇനി നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്ന് ഞങ്ങളിലേക്ക് കടക്കാം. ക്രിസ്തുവിന്റെ കാലശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അപ്പസ്തോലന്മാർ സഭ സ്ഥാപിച്ചതും അതിനെ വളർത്തി വലുതാക്കിയതുമാണ് ഈ ഗ്രന്ഥത്തിലെ പ്രധാന പ്രതിപാദ്യം. പ്രധാനമായും സഭയിലെ നെടുന്തൂണുകളായ പത്രോസിന്റെയും പൗലോസിന്റെയും പ്രവർത്തനങ്ങളാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ വിവരണം. ഇതിന്റെ ഗ്രന്ഥകർത്താവ് അത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:1, ലൂക്ക 1 മുതൽ 4 വരെ നമ്മൾ കണ്ടു. തിയോഫിലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:1, അല്ലയോ തിയോഫിലോസ്, യേശു താൻ തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. ഈ ഒരു പ്രസ്താവന വഴി തന്നെ ഈ ആദ്യ ഗ്രന്ഥം, അതിന്റെ സൂചനയും നമുക്ക് കിട്ടി. ഈ ആദ്യ ഗ്രന്ഥം എന്ന് വിവക്ഷിക്കുന്നത് ഇവിടെ ലൂക്കായുടെ സുവിശേഷമാണ്. തെയോഫിലോസിന് യേശുക്രിസ്തുവിനെ പറ്റി ഈ ഗ്രന്ഥകർത്താവ് എഴുതി എന്ന് പറയുന്ന ഗ്രന്ഥം 3-ാമത്തെ സുവിശേഷമാണെന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ലൂക്ക 1:3 നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ രചന കാലഘട്ടം ലൂക്കായുടെ സുവിശേഷത്തിന് ശേഷമാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത് എന്ന കാര്യം ന്യായമായി അനുമാനിക്കാം. നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:1-2 നമുക്കത് കാണാനായിട്ട് സാധിക്കും. ലൂക്ക എഴുതിയ അപ്പസ്തോല പ്രവർത്തനങ്ങള് ഉദ്ദേശം AD 70 പൂർത്തിയായി എന്ന് വിശ്വസിക്കാവുന്നതാണ്. ലൂക്ക റോമിലോ ഗ്രീസിലോ വെച്ചായിരിക്കണം ഈ ഗ്രന്ഥം പൂർത്തിയാക്കിയത് എന്നും അനുമാനിക്കാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത്? ഈ രചനയുടെ ലക്ഷ്യം അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഈ ഗ്രന്ഥം ഉപകരിക്കണം. അതായത് വിശ്വാസത്തിലേക്ക് വന്ന ജനങ്ങളെ, അതുപോലെ തന്നെ വിജാതീയരെയും അവിശ്വാസികളെയും പശ്ചാത്താപത്തിലേക്ക് നയിക്കുക വഴി മാനസാന്തരം കൈക്കൊണ്ട, മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളായി അവർ മാറണം. ഈ പുസ്തകത്തിന്റെ ഘടനയും ഇതിന്റെ ഉള്ളടക്കവും. ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്നിടത്ത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ദൃക്സാക്ഷികളായ അപ്പസ്തോലന്മാർ ആദ്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. ലൂക്ക 24:52 നമുക്കത് കാണാനായിട്ട് സാധിക്കും. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായി യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞ വാക്കുകളോടെയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. വീണ്ടും ഇതിന്റെ ഉള്ളടക്കം പ്രധാനമായും 5 കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇതിന്റെ ഉള്ളടക്കം. അതായത് 1, സ്വർഗാരോഹണത്തിന് ശേഷം ജെറുസലേമിൽ ശിഷ്യന്മാരും വിശ്വാസികളും ചെയ്ത കാര്യങ്ങൾ. മാനസാന്തരങ്ങൾ വർദ്ധിച്ചതിന്റെ പേരിലുണ്ടായ പീഡനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും. പത്രോസ് ശ്ലീഹായുടെ പ്രസംഗങ്ങളും വിജാതീയരോടുള്ള സമീപനവും. പൗലോസ് ശ്ലീഹായുടെ പ്രസംഗങ്ങളും വിജാതീയരുടെ മാനസാന്തരവും. പൗലോസ് ശ്ലീഹായും മിഷണറി യാത്രകൾക്ക് ശേഷം റോമിലേക്ക് യാത്ര തിരിക്കാനുണ്ടായ സാഹചര്യവും. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. വീണ്ടും ഇതിന്റെ ഘടന. ശിഷ്യന്മാരുടെയും വിശ്വാസികളുടെയും പ്രവർത്തനങ്ങൾ. ആദിമസഭയുടെ ജീവിതം. കാരാഗൃഹത്തിലും അത്ഭുതം. ആദ്യത്തെ 7 ഡീക്കന്മാർ. പത്രോസ്, പൗലോസ്, യാക്കോബ് എന്നിവരെ പറ്റിയുള്ള പരാമർശങ്ങള്. അന്ത്യോക്യയിൽ സഭ സ്ഥാപിക്കപ്പെടുന്നു.
ജെറുസലേമിൽ യാക്കോബ് അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി വീണ്ടും കാരാഗ്രഹത്തിൽ ക്ലിയർ. വീണ്ടും കാരാഗ്രഹത്തിലെ അത്ഭുതം, പൗലോസിന്റെ മിഷണറി യാത്രകൾ, ജെറുസലേം സുനഹദോസ്, രണ്ടാമത്തെ മിഷണറി യാത്ര, മൂന്നാമത്തെ മിഷണറി യാത്ര, അപ്പസ്തോലന്റെ റോമ യാത്ര എന്നിവയാണ് നമുക്കിവിടെ കാണാനായിട്ട്, ഇതിന്റെ ഘടനയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് പൗലോസിന്റെ ലേഖനങ്ങളെ കുറിച്ചാണ്. പൗലോസിന്റെ പൊതുവായിട്ട് നമുക്കറിയാം 13 ലേഖനങ്ങൾ പൗലോസിലേക്ക് എഴുതിയെന്നാണ് മനസ്സിലാക്കുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളുടെ പ്രാധാന്യം. പൗലോസിന്റെ ലേഖനങ്ങൾ ആരംഭകാലത്ത് ഏറെയൊന്നും ശ്രദ്ധാർഹങ്ങളായിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ യഹൂദരും ക്രൈസ്തവരും തമ്മിലുള്ള പിളർപ്പ് പൂർണ്ണമാകുകയും സഭയുടെ വളർച്ച വിജാതീയരുടെ ഇടയിൽ ത്വരിതപ്പെടുകയും ചെയ്തപ്പോൾ വിജാതീയരുടെ അപ്പസ്തോലനും അദ്ദേഹത്തിന്റെ നിഗമനങ്ങളും ഏറെ പ്രസക്തമാകുകയായിരുന്നു. യഹൂദ മതത്തിനുള്ളിലെ ഒരു വിഘടിത വിഭാഗമായി ഒതുങ്ങി നിന്നിരുന്ന ക്രിസ്തീയ ജീവിത ക്രമത്തെ യഹൂദ മതത്തിന് വെളിയിലിറക്കി സ്വതന്ത്രമായ ഒരു മതവും ജീവിത ശൈലിയുമാക്കി വളർത്തിയത് പൗലോസ്ലീഹായാണ്. നമുക്കറിയാം വ്യക്തിയുടെ പ്രവർത്തനങ്ങള് എത്രയോ ധീരതയോടെയാണ് പൗലോസ്ലീഹ സുവിശേഷ പ്രഘോഷണം നടത്തിയത്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ ഈ സാഹചര്യത്തില് പൗലോസ്ലീഹയുടെ ഈ പഠനം നമുക്കൊരു വലിയൊരു ധ്യാന വിഷയം കൂടെയാണ്. ഒരു വിജാതീയനാണ്, ഗമാലിയേലിന്റെ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്നുണ്ട്, ജ്ഞാനിയാണ്. എങ്കിൽ തന്നെയും തനിക്ക് ലഭിച്ച സാഹചര്യങ്ങളില് ആ വചനം പ്രഘോഷിക്കുന്നതിന്റെ ആ തീഷ്ണത, പ്രഘോഷണത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ വലിയ ചലനങ്ങള്, മാറ്റങ്ങൾ വരുത്താനായിട്ട് പൗലോസ്ലീഹായെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരു ക്രൈസ്തവ മതത്തെ യഹൂദ മതത്തിന്റെ ഉള്ളിലുള്ള ഒന്നായിട്ടല്ല, മറിച്ച് ഇതൊരു സ്വതന്ത്ര മതമായിട്ട് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് പൗലോസ്ലീഹയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ശക്തി ഉണ്ടായിരുന്നു. അത് ആ പ്രവർത്തനങ്ങൾ അതിന് നിമിത്തമായി എന്നുള്ളതാണ്. വീണ്ടും ക്രൈസ്തവരെല്ലാം പരിച്ഛേദനം സ്വീകരിച്ച് യഹൂദരാകണം എന്ന നിലപാടിനെ പൗലോസ്ലീഹ എതിർക്കുന്നു. പരിച്ഛേദനമല്ല, യേശുവിലുള്ള വിശ്വാസമാണ് ഒരുവനെ ക്രിസ്ത്യാനിയാക്കുന്നത് എന്ന് പൗലോസ് വാദിക്കുന്നു. വീണ്ടും AD 33 മുതൽ 67 വരെയുള്ള ആദിമ സഭയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും ആധികാരികമായ രേഖകളായി പൗലോസിന്റെ ലേഖനങ്ങളെ പരിഗണിക്കാം. യഹൂദ പാരമ്പര്യങ്ങളോടും സമ്പൂർണ്ണ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തന്നെ ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഉതകും എന്നതിന്റെ സജീവ മാതൃകയാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ ഊടും മെനഞ്ഞെടുത്ത് പൗലോസിന്റെ ലേഖനങ്ങളുടെ വീക്ഷണഗതികളാണ്. വീണ്ടും പൗലോസിന്റെ ലേഖനങ്ങളിലെ ദൈവശാസ്ത്ര പ്രമേയങ്ങളാണ് നമ്മൾ കാണുന്നത്. പുതിയ നിയമ ദൈവശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഇതൾ വിടർത്തുന്ന ദൈവശാസ്ത്ര പ്രമേയങ്ങളെ സംക്ഷിപ്തമായി വിവരിക്കാനേ നമുക്കിവിടെ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തേത് വിശ്വാസം വഴിയുള്ള നീതീകരണം. ആദ്യ മാതാപിതാക്കളുടെ ദൈവത്തെ പോലെ ആകാനുള്ള ദുരാഗ്രഹത്തിന്റെ ഫലമായുള്ള വിധി മനുഷ്യവർഗത്തിന് ശിക്ഷയ്ക്ക് കാരണമായി. എന്നാൽ യേശുക്രിസ്തുവിലൂടെ അനുഭവവേദ്യമായ കൃപാദാനം എല്ലാ മനുഷ്യരുടെയും നീതീകരണത്തിന് വഴിതെളിച്ചു. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം, എന്നാല് മിശിഹായുടെ നീതീകരണം, അതുവഴി സംജാതമാകുന്ന രക്ഷ. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇപ്രകാരം സാധിതമായ അനുരഞ്ജനം, നീതീകരണം ദൈവത്തിന്റെ കൃപാദാനം മാത്രമാണ്. പൗലോസിന്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ യേശുക്രിസ്തുവാണ് മനുഷ്യകുലത്തിന്റെ നീതിയും വിശുദ്ധീകരണവും. ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ നീതിയും വ്യത്യസ്തമാണ്. ദൈവനീതിയെക്കുറിച്ച് പ്രധാനമായും 5 ആശയങ്ങളാണ് പൗലോസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത്, ഒന്നാമത്തേത് നീതീകരണം ദൈവത്തിന്റെ ദാനമാണ്. 2, നീതീകരണം ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നയിക്കുന്നു.
നീതീകരിക്കപ്പെടുന്നവൻ ദൈവത്തിന്റെ ദത്തുപുത്രരായിത്തീരുന്നു. നീതീകരണം പൊതുജീവിതത്തിന്റെ കർമ്മോത്സുകമായ പ്രകാശനമാണ്. നീതീകരണം പ്രത്യാശയുടെ അടയാളം കൂടിയാണ്. നീതീകരണം ദാനമാണെങ്കിലും അത് നൈയാമികം കൂടിയാണ്. അടുത്തത് കൃപാവരം. മനുഷ്യന്റെ മേൽ ദൈവം ചൊരിയുന്ന അതുല്യമായ അനുഗ്രഹത്തെയാണ് പൗലോസ് കൃപാവരം എന്നതിലൂടെ വിവക്ഷിക്കുന്നത്. പഴയ നിയമത്തിൽ കൃപാവരത്തിന്റെ മാധ്യമം ഉടമ്പടിയായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ അത് യേശുക്രിസ്തുവാണ്. പൗലോസിന്റെ വിചിന്തനങ്ങളുടെ കേന്ദ്രാശയം ദൈവകൃപയാണ്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവ സ്നേഹം തന്നെയാണ് കൃപ. യേശുക്രിസ്തുവിന്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് കുരിശിലൂടെയാണ്. വിശുദ്ധീകരണം. നന്മയിൽ വളർന്നുകൊണ്ട് ദൈവവുമായി താതാത്മ്യം പ്രാപിക്കുന്ന പ്രക്രിയയാണ് പൗലോസ് വിശുദ്ധീകരണം എന്ന് വിവക്ഷിക്കുന്നത്. നമുക്കൊന്നുകൂടി ഇത് ശ്രദ്ധിക്കാം. വിശുദ്ധീകരണം എന്ന് ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത് നന്മയിൽ വളർന്നുകൊണ്ട് ദൈവവുമായി താതാത്മ്യം പ്രാപിക്കുന്ന, അനുദിനം നന്മയിൽ വളർന്നുകൊണ്ട് ദൈവത്തോട് ഏറ്റവും അധികം ഒന്നായി തീരുന്ന അവസ്ഥയെയാണ് ഇവിടെ വിശുദ്ധീകരണം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇത് കൃപാവരത്താൽ സംജാതമാകുന്ന അവസ്ഥയോ മനുഷ്യൻ ലക്ഷ്യം വെക്കേണ്ട പൂർണ്ണതയുടെ അവസ്ഥയോ ആകാം. വിശുദ്ധീകരണം എന്ന പദത്തിന് ദൈവശാസ്ത്രപരമായ മാനം നൽകുന്നത് പൗലോസ്ലീഹായാണ്. ഇനി ഇതിലെ ഒരു അപജയം എന്ന് പറയുന്നത്, നിങ്ങൾ MTH സ്റ്റുഡൻസ് ആണ്, നമ്മൾ ഇതില് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലെ അതായത് ഇപ്പൊ നമ്മൾ വിശുദ്ധീകരണം എന്നുള്ള ആ വാക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നത് ഇതിനു മുൻപ് നിങ്ങൾ ഈ എന്റെ ക്ലാസ് കൂടിയിട്ടുണ്ടാകാം. മിക്ക ക്ലാസ്സുകളിൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വാക്കുകള്, ഈ വിശുദ്ധീകരണം, അത് ഗ്രീക്ക് വാക്കുകൾ ഇതിന്റെ പുസ്തകത്തിൽ നമുക്ക് കുറെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിന്ന് ബൈബിൾ ഹബ്ബ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഗ്രീക്ക്, ഹീബ്രു, ലാറ്റിൻ, അതായത് ഏൻഷ്യൻ ലാംഗ്വേജസുകളെല്ലാം നമുക്ക് കിട്ടും. ഇതിന്റെ അകത്തുനിന്ന് ജസ്റ്റ് ഈ ടേംസ് ഒന്ന് നോക്കുക. വിശുദ്ധീകരണം. വീണ്ടും തിയോളജിക്കൽ ഡിക്ഷണറി ഓഫ് ദി ന്യൂ ടെസ്റ്റ്മെന്റിന്റെ അകത്ത് വാക്കുകളും അതിന്റെ ട്രാൻസ്ലിറ്ററേഷനും കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ, അപ്പോ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമല്ല. കാരണം ഒരു വാക്കിന് തന്നെ ചിലപ്പോൾ 40 പേജ് വരെയൊക്കെ വ്യാഖ്യാനങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിക്കായിട്ട് ഞാൻ വിട്ടുതരികയാണ്. അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള ടേംസ് എടുത്ത് അതിന്റെ അനാലിസിസ് നടത്തുന്നത് ഉചിതമായിരിക്കും. നന്മയിൽ വളർന്നുകൊണ്ട് ദൈവവുമായി താതാത്മ്യം പ്രാപിക്കുന്ന പ്രക്രിയ. ഓക്കെ, നമ്മൾ കണ്ടതാണ്. അടുത്തത് വീണ്ടെടുപ്പ്. ഒരു പ്രത്യേക മോചനദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കുക. ഇത് ഈ ലേഖനത്തിന്റെ ഒരു വലിയൊരു കാഴ്ചപ്പാടാണ്. വീണ്ടെടുക്കുക. നോക്കിക്ക് എത്രയോ ആഴത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എങ്ങനെയാ മോചനദ്രവ്യം എന്ന് പറയുന്ന വാക്ക് ഇവിടെ നമ്മളത് കാണും. മോചനദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കുക. അതായത് നമുക്കിപ്പോ നമ്മളിപ്പോ പ്രത്യേകിച്ച് നമ്മൾ നിമിഷയുടെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പത്രങ്ങളില്. ഒരു ജീവന് പകരമായിട്ട് എത്ര കോടികള് ഇപ്പൊ ഈ അടുത്ത് നല്ല തട്ടിക്കൊണ്ടുപോയി കുഞ്ഞുങ്ങളുടെ ഇതെല്ലാം നമ്മൾ കണ്ടു. അബിഗായിലിന്റെ ഒക്കെ മോചനദ്രവ്യം ചോദിക്കുന്നത്, വലിയ ഒരു തുക ചോദിക്കുന്നത്. ഇവിടെ ഈ ഒരു വീണ്ടെടുപ്പ് എന്ന ആ ഒരു പദോപയോഗത്തിലൂടെ ഇവിടെ അർത്ഥമാക്കുന്നത് മോചനദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കുക എന്ന പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. നിയമാവർത്തനം, സങ്കീർത്തനങ്ങൾ, 2-ാം യേശയ്യ എന്നിവിടങ്ങളിലാണ് ഈ ആശയം വളരെ കൂടുതലായി കാണുന്നത്. വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കാൻ വിലയ്ക്ക് വാങ്ങപ്പെടുക എന്ന വാക്കും പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് യേശു കൊടുത്ത വില അവിടുത്തെ ജീവനാണ്. നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ശപിക്കപ്പെട്ട കുരിശ് തന്നെ അവിടുന്ന് തിരഞ്ഞെടുത്തു. പുതിയ നിയമത്തിൽ രക്ഷാകര പ്രവർത്തനത്തെ കുറിക്കാൻ വീണ്ടെടുപ്പ് എന്ന വാക്ക് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ ക്രമേണ ആ വാക്ക് ദൈവശാസ്ത്രത്തിൽ രക്ഷാകര പ്രവർത്തനങ്ങളെ എല്ലാം സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ കാണുന്ന പൗലോസിന്റെ സഭാദർശനത്തെ കുറിച്ചാണ്. സഭയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുകൾ നമുക്ക് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിളിച്ചു കൂട്ടപ്പെട്ടവർ എന്നർത്ഥമുള്ള എക്ലേസ്യ എന്ന ഗ്രീക്ക് പദമാണ് സഭയെ സൂചിപ്പിക്കുവാനായി പൗലോസ് ഉപയോഗിക്കുന്നത്. ഈ പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പ്രാദേശിക സമൂഹം, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരെയും പൊതുവായി വിളിക്കുന്ന സംജ്ഞ,
സംഘടിതമായ ഏതാനും വിശ്വാസികളുടെ കൂട്ടായ്മ. നമ്മൾ കാണുന്നത് പാപത്തെ കുറിച്ചിട്ടുള്ള പൗലോസ്ലീഹായുടെ കാഴ്ചപ്പാടുകളാണ്. പാപം എന്നത് പൗലോസിന്റെ കാഴ്ചപ്പാടിൽ ഒന്നാമതായി ദൈവ നിഷേധമാണ്. അറിഞ്ഞ മിശിഹായിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത പൗലോസ്ലീഹ പാപത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി മനുഷ്യനിലെ ദൈവികതയുടെ അടയാളം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. 3, ആദ്യം നമ്മൾ കണ്ടു ദൈവനിഷേധം. 2, ദൈവികതയുടെ മനുഷ്യന്റെ ദൈവികതയുടെ അടയാളം നഷ്ടപ്പെടുന്നു. 3, പാപത്തെ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി സ്വതന്ത്രമായ തിന്മയുടെ ശക്തി എന്ന നിലയിൽ മനസ്സിലാക്കുന്നു. പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ആ മിശിഹായുടെ കരുണാർദ്ര സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനായി ഇവിടെ പൗലോസ്ലീഹയ്ക്ക് കഴിഞ്ഞു. നമ്മളെ അതിനെ പ്രചോദിപ്പിക്കുന്നു. അടുത്തത് പാപത്തെ സൂചിപ്പിക്കാൻ നിയമലംഘനം. നിയമത്തിനിവിടെ പ്രത്യേകിച്ചും ഒരു വിജാതീയനായിരുന്ന പൗലോസ്ലീഹ നിയമത്തിന് നൽകുന്ന ഊന്നല്, പഴയ നിയമത്തിന്റെ മുഴുവനും സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് അവരെന്ന് നിയമം അനുസരിച്ചോ അന്ന് അനുഗ്രഹങ്ങൾ കിട്ടി, എന്ന് നിയമം ലംഘിച്ചോ അന്ന് ദൈവത്തിന്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങി. ഈ ഒരു സങ്കല്പം ഇവിടെ കൊണ്ടുവരികയാണ്. നിയമലംഘനം, നിയമരാഹിത്യം, വീണ്ടും അതിക്രമം, അനുസരണക്കേട് തുടങ്ങിയ പദങ്ങളെല്ലാം പൗലോസിന്റെ രചനകളില് നമുക്ക് ഉടനീളം കാണാനായിട്ട് സാധിക്കും. പാപകൃത്യങ്ങളെ 5 വിഭാഗങ്ങളായിട്ടാണ് പൗലോസ്ലീഹ കാണുന്നത്. 1, ലൈംഗിക പാപങ്ങള്, അതായത് പരസംഗം, അശുദ്ധി, ജഡികാസക്തി, അഗമ്യഗമനം, വ്യഭിചാരം, സ്വവർഗഭോഗം, മൃഗഭോഗം. 2, സ്വാർത്ഥതയുടെ പാപങ്ങള്, അത്യാഗ്രഹം, ദ്രവ്യാസക്തി തുടങ്ങിയവ. സംസാരം മൂലമുള്ള പാപങ്ങള്, പിറുപിറുപ്പ്, വാദപ്രതിവാദം, അതുപോലെ തന്നെ ലജ്ജാകരമായിട്ടുള്ള ഭാഷണങ്ങള്, പോഷഭാഷണം. ഞാൻ ഈ അടുത്ത നാളുകളില് അതായത് നാവിനെ കുറിച്ചൊരു ചുമ്മാ സങ്കീർത്തനങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നാവിനെ കുറിച്ചൊരു പഠനം നടത്തി. എത്രയോ നാവിനെ കുറിച്ച് ഏതൊക്കെ വിധത്തിലാണ് നാവിന്റെ ഉപയോഗം മൂലം നമുക്കറിയാം 55 സങ്കീർത്തനമൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നു. എന്റെ കൂടാരത്തിൽ നിന്ന് നിന്നെ ഞാൻ വലിച്ചെടുത്ത് നിന്നെ ഞാൻ ചീന്തിക്കളയും. പിന്നെ വഞ്ചകന്റെ നാവ് മൂർച്ചേറിയ ക്ഷൗരക്കത്തി പോലെയാണ്. ഇങ്ങനെയുള്ള കുറച്ച് നാവിനെ കുറിച്ചിട്ടുള്ള പദങ്ങളും അതിന്റെ ചില ഒക്കറൻസസ്, അതിന്റെ ചില അതെവിടേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞത്. എത്രയോ വലിയ പാപങ്ങളാണ് ഈ നാവ് വഴി ചെയ്യുന്നത്. അതിനെ കുറിച്ച് ഇനി സങ്കീർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ സങ്കീർത്തനങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട്, അത് നമുക്ക് കൂടുതൽ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. ഇത് നമുക്ക് കുറേ പുസ്തകങ്ങളും കുറച്ച് സമയം, അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങോട്ട് പോകാം. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാനൊരു ക്ലാസ് എടുത്തു തരാം. ഇനി ഇവിടെ മനോഭാവത്തിലും ബന്ധങ്ങളിലുമുള്ള പാപങ്ങളെ കുറിച്ച്, ഓരോ മനുഷ്യന്റെ ഓരോ തലങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ട് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വീണ്ടും മദ്യപാനാസക്തി, മദ്യപാനം, ലഹരി മരുന്നിന്റെ ഉപയോഗങ്ങൾ എന്നിവയെ കുറിച്ചെല്ലാം പൗലോസ്ലീഹ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി അല്പം കൂടി ഒരു നമ്മളുടെ ചിന്തയെ ഒന്നും കൂടി പ്രൊവോക്ക് ചെയ്യത്തക്ക വിധത്തില് ഉള്ള പഠനങ്ങളാണ് അടുത്ത് കാണുന്നത്. നിയമം രക്ഷാകരമല്ല. നിയമത്തെ സംബന്ധിച്ചുള്ള പൗലോസിന്റെ കാഴ്ചപ്പാടിൽ പ്രത്യക്ഷ വൈരുദ്ധ്യം ദൃശ്യമാണ്. നിയമം ദൈവദത്തവും നല്ലതുമാണ്. ഇവിടെ മാനുഷിക ബലഹീനതയാൽ നിയമം ശിക്ഷാവിധിക്കും കോപത്തിനും മരണത്തിനും കാരണമായി. നിയമാനുഷ്ഠാനം മരണത്തിലേക്കും ലൗകിക ദാസ്യത്തിലേക്കും നയിക്കും എന്നതിനാൽ നിയമാധിഷ്ഠിത ജീവിതം എന്നത് മനുഷ്യൻ രക്ഷപ്പെടേണ്ട അടിമത്തമാണെന്നും പൗലോസ് വാദിക്കുന്നു. ഇത് ഒരു പക്ഷേ ഇത് നിങ്ങൾക്കത് മനസ്സിലായില്ല, പക്ഷെ ഇതിന്റെ നോട്ടിന്റെ അകത്ത് റെഫറൻസസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈറ്റിൽ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോവുകയാണ്. കാരണം ഈ ടൈറ്റിൽ കേൾക്കുമ്പോഴേക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷൻ, ഇതല്ല ഇങ്ങനെയെന്ന്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ ഇതിനെക്കുറിച്ച് തന്നിട്ടുണ്ട്. അടുത്തത് അനുരഞ്ജനം. രക്ഷയെ ദൈവമനുഷ്യ അനുരഞ്ജനമായിട്ടാണ് വിശുദ്ധ പൗലോസ് അവതരിപ്പിക്കുന്നത്. ദൈവം മനുഷ്യരോട് അനുരഞ്ജനപ്പെടുകയല്ല, മറിച്ച് മനുഷ്യൻ ദൈവത്തോടാണ് അനുരഞ്ജനപ്പെടുന്നത്. ഈ അനുരഞ്ജനമാകട്ടെ മനുഷ്യന്റെ പ്രാർത്ഥനയോ പരിത്യാഗമോ നന്മ പ്രവൃത്തികളോ വഴിയല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപാപൂർണമായ സൗജന്യദാനമാണ് എന്നും പൗലോസ് സ്ഥാപിക്കുന്നു. പാപത്തിൽ നിന്നുള്ള നീതീകരണം. ക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷാനുഭവത്തെ വിശദീകരിക്കാൻ
പൗലോസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് നീതീകരണം എന്ന പദമാണ്. യഹൂദ വീക്ഷണത്തിൽ ഒരു വ്യക്തി നീതിമാനാകുന്നത് ദൈവ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനാലാണ്. ഇവിടെ അങ്ങോട്ട് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കാരണം നമ്മളുടെ സമയത്തിന്റെ പരിമിതി കാരണം. അടുത്ത സ്ലൈഡിലേക്ക് കയറുകയാണ്. വീണ്ടും നീതീകരണം എന്ന ആശയത്തിന് പൗലോസ് നൽകുന്ന അർത്ഥതലങ്ങളെ നമുക്ക് ഇങ്ങനെ പറയാം. ഒന്ന്, തന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും വഴി ക്രിസ്തു മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരമായതിനാൽ ദൈവനീതിക്ക് മുന്നിൽ മനുഷ്യന്റെ പാപമല്ല, ക്രിസ്തുവിന്റെ പരിഹാരമാണ് നിലനിൽക്കുന്നത്. മനുഷ്യന്റെ പാപത്തെ ഉല്ലംഘിക്കുന്ന ക്രിസ്തുവിന്റെ പരിഹാരം. പക്ഷെ ഒരൊറ്റ കാര്യമേ ആവശ്യമുള്ളൂ. ഈ പാപം എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാടിൽ കുടുങ്ങിക്കിടക്കാതെ കർത്താവിന്റെ കരുണയിലേക്കൊന്ന് കണ്ണു തുറക്കുക. ഇത് എത്രയോ നല്ലൊരു കാഴ്ചപ്പാടാണെന്ന് നോക്കിക്കേ. പലപ്പോഴും നമ്മളുടെ ധ്യാന വിഷയം എന്നതാ, ഒശു ആ പാപം അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. നമ്മളുടെ ആത്മശോധനയുടെ വിഷയമല്ല പാപത്തെക്കുറിച്ച് മാത്രം, മറിച്ച് ദൈവത്തിന്റെ കരുണയിൽ നമ്മൾ എത്രമാത്രം ആശ്രയിക്കുന്നുണ്ട്, ഈ കരുണ എത്രമാത്രം നമ്മളുടെ ധ്യാന വിഷയമാകുന്നുണ്ട്. ഇതാണ് പൗലോസ്ലീഹ ഇവിടെ സൂചിപ്പിക്കുന്നത്. തമ്പുരാനെ, നിന്റെ കരുണയുടെ മുൻപിൽ എന്റെ ഈ പാപങ്ങൾ നീ ക്ഷമിക്കും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് തമ്പുരാന്റെ മുൻപിൽ പൂർണ്ണമായി അനുതപിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകൾ, പ്രത്യേകിച്ചും കുമ്പസാരിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിച്ചാൽ തമ്പുരാന്റെ കരുണയുടെ ആ പൂർണ്ണതയിലേക്ക്, ആ കരുണാർദ്ര സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഈ ഗ്രന്ഥം, ഈ പൗലോസ്ലീഹ നമ്മളെ ആഴമായി നമ്മളെ പഠിപ്പിക്കുന്നു. തമ്പുരാന്റെ ശിക്ഷയല്ല, മറിച്ച് തമ്പുരാന്റെ കരുണയിലാണ് നമ്മളുടെ കണ്ണുകൾ ഉടക്കേണ്ടതെന്ന് പൗലോസ്ലീഹ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന സകലർക്കും സൗജന്യദാനമായി ദൈവം നീതീകരണം നൽകുന്നു. നീതീകരിക്കുന്നവൻ ദൈവമാണ്, മനുഷ്യനല്ല എന്നതിനാൽ മാനുഷിക പ്രവൃത്തികളിലൂടെ നീതീകരണം സാധ്യമല്ല. കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കേ, എത്രയോ മനോഹരമായിട്ടാണ്, എത്രയോ ആഴമായ ഒരു ദൈവശാസ്ത്രമാണ് ഇവിടെ നിലകൊള്ളുന്നത്. നമ്മൾ എപ്പോഴും എന്നതാ, ഇപ്പോ ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ എന്റെ ചിന്ത, ആകെപ്പാട് ഇത് ശരിയാകുന്നില്ലല്ലോ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, സൂമിലേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ പെട്ടെന്ന് അടുത്ത ഓപ്ഷൻ ഓർക്കുക, എന്താണ് എന്റെ ചിന്ത മുഴുവനും ഇത് ലഭിച്ചിരിക്കുന്ന ഓപ്ഷൻസിനെ കുറിച്ചല്ല, മറിച്ച് ഇത് കിട്ടാതെ വരുന്ന ഇതിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മളുടെ ചിന്ത ഇതാണ്: ഒന്ന്, നമ്മളുടെ കുറവുകളിലേക്ക്; രണ്ട്, മറ്റുള്ളവരിലേക്ക്. പ്രത്യേകിച്ചും നമ്മളുടെ കുറവുകൾ എവിടെയാണ് നമ്മൾ പോയി ഫോക്കസ് ചെയ്യുന്നത്? മറ്റുള്ളവരെന്ത് വിചാരിക്കും. പക്ഷേ ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഈ പൗലോസ്ലീഹയുടെ പ്രബോധനങ്ങളിലേക്ക് നമുക്കൊന്ന് മിഴികളൂന്നാം. മറ്റുള്ളവരിലേക്ക് നോക്കാതെ തമ്പുരാനിലേക്ക് നോക്കാം. ഇനിയും ഉറപ്പായിട്ടും മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുന്നു, ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നു, സഹനങ്ങൾ തരുന്നു. ഇവിടെ മുഴുവനും പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് ക്രിസ്തുവാണ്, മരണം എനിക്കൊന്നുമല്ല. ക്രിസ്തുവിനെ പ്രതി നിന്ദനമോ പീഡനമോ മരണമോ എല്ലാം ഞാൻ ഏറ്റെടുക്കണം. ഇവിടെ പൗലോസ്ലീഹയുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത് എവിടെയാ? മിശിഹായിൽ മാത്രം. ഇവിടെ മാനുഷിക പ്രവൃത്തികൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കരുതെന്ന് പൗലോസ്ലീഹ അതിലൂടെ നീതീകരണം സാധ്യമാകില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കർത്താവിന്റെ കരുണയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വീണ്ടും ക്രിസ്തുവിന്റെ ബലിയിലൂടെ നീതീകരിക്കപ്പെട്ടവരായി മനുഷ്യകുലം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ നീതീകരണം ഓരോരുത്തരും വ്യക്തിപരമായി അനുഭവിക്കുവാൻ പര്യാപ്തമാകുന്നത് വിശ്വാസം വഴിയാണ്. അടുത്തത് നമ്മൾ കാണുന്നത് പാപ വിമോചനം. അടിമകളായി തീർന്ന ഇസ്രായേലിന്റെ വിമോചകൻ ദൈവമാണ്. ഈ ദൈവീക വിമോചന പ്രക്രിയ മാനവകുലത്തെ മുഴുവനും പ്രദാനം ചെയ്ത ദൈവപുത്രനാണ് ക്രിസ്തു എന്നാണ് പൗലോസ്ലീഹ വിവക്ഷിക്കുന്നത്. മുഴുവനും ലേഖനങ്ങളുടെ മുഴുവനും സംക്ഷിപ്ത രൂപമാണ്. വിമോചനത്തിന് യുഗാന്ത്യമാനമുണ്ടെന്നും ശരീരത്തിന്റെ വീണ്ടെടുപ്പ് യുഗാന്ത്യത്തിലാണെന്നും പൗലോസ് വിശ്വസിക്കുന്നു. സൃഷ്ടപ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ വിമോചനം യുഗാന്ത്യ സംഭവമാണ്. ക്രിസ്തു സംഭവത്തിലൂടെ സാധ്യതമായ വിമോചനം സമ്പൂർണമായി സാക്ഷാത്കരിക്കപ്പെടുന്നത് യുഗാന്ത്യത്തിലാണെന്നും അതിനുള്ള മാർഗം ക്രിസ്തുവിലുള്ള വിശ്വാസമാണെന്നും പൗലോസ് സ്ഥാപിക്കുന്നു. വീണ്ടും സർവം ക്രിസ്തു കേന്ദ്രീകൃതം. രക്ഷയുടെ പൂർണ്ണത സർവ്വതും ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന യുഗാന്ത്യത്തിലാണ്. യുഗാന്ത്യത്തെ കുറിച്ചിട്ടുള്ള മനോഹരമായ പ്രബോധനങ്ങളും നമുക്കിവിടെ നൽകുന്നുണ്ട്. അതുപോലെ ഇനി നമ്മൾ കാണുന്നത് തിമോത്തിക്കും തീത്തോസിനും എഴുതിനങ്ങളാണ്.
പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ 2 ലേഖനങ്ങളും തീത്തോസിന് എഴുതിയ ലേഖനവും 18-ാം നൂറ്റാണ്ട് മുതൽ അജപാലന ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പേര് അജപാലന ലേഖനങ്ങൾ, പേരിൽ നിന്ന് തന്നെ ഇത് വളരെ ക്ലിയർ ആണ്. അജപാല ശ്രേഷ്ഠനായ പൗലോസ് തന്റെ ശിഷ്യഗണത്തിന് അജപാലന ദൗത്യത്തെക്കുറിച്ചുള്ള അറിവ് പകരാനായി എഴുതിയ ലേഖനങ്ങളിലാണ് ഈ പേര് ലഭിച്ചത്. വ്യക്തികൾക്ക് എഴുതപ്പെട്ടതാണെങ്കിലും വലിയൊരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവ എഴുതപ്പെട്ടത്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലും തീത്തോസിന് എഴുതിയ ലേഖനത്തിലും സഭാതനയരെ തിരഞ്ഞെടുക്കേണ്ട മാനദണ്ഡങ്ങൾ പരാമർശിക്കുന്നു. തിമോത്തിക്കുള്ള ലേഖനം തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. കൂടാതെ സഭയിൽ ഒരുവൻ എപ്രകാരം ജീവിക്കണം എന്ന പ്രബോധനവും നൽകുന്നു. വ്യാജ പ്രബോധനങ്ങളെ നേരിടേണ്ട വിധത്തെക്കുറിച്ചും ഈ ലേഖനങ്ങളിൽ പരാമർശങ്ങൾ കാണാം. അടുത്തത്, യേശുവിന്റെ മനുഷ്യത്വത്തിനും ദൈവികതയ്ക്കും അജപാലന ലേഖനങ്ങളിൽ ഊന്നൽ നൽകിയിരുന്നെങ്കിലും ദൈവികതയ്ക്കാണ് പ്രമുഖ സ്ഥാനം നൽകുന്നത്. യേശുവിനെ രക്ഷകനായി അവതരിപ്പിക്കുന്നതിലും പൗലോസ്ലീഹ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അടുത്തത് നമ്മൾ കാണുന്നത് തിമോത്തിയോസിന് എഴുതിയ ലേഖനം. ഇനി പൗലോസിന്റെ ആധികാരികത പൊതുവെ അംഗീകരിക്കപ്പെട്ട ലേഖനങ്ങളിൽ കാണാൻ സാധിക്കാത്ത പല ആശയങ്ങളും പദങ്ങളും അജപാലകർക്കുള്ള ലേഖനങ്ങളിൽ കാണുന്നുണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ കണ്ട ഈ 3 ലേഖനങ്ങളില് അതിൽ ഏതാനും ചിലത് നമ്മളിപ്പോ കാണുന്ന ഒന്ന് ദൈവഭക്തിയെ കുറിച്ച് പറയുന്നു, വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു, പിന്നെ അന്യോന്യമായ സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുന്നു, സത്യത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു, സത്പ്രവൃത്തികളെ കുറിച്ച് പറയുന്നു, നിഷ്കപടമായ വിശ്വാസം, നിർമ്മല മനസാക്ഷി, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനമാണ് ഇനി നമ്മൾ കാണുന്നത്. ഒരു കത്ത് ആയിട്ടാണ് ഈ ലേഖനത്തെ കാണേണ്ടത്. ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്ന എല്ലാവരും തിമോത്തിയോസുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഈ ലേഖനത്തിന്റെ ഘടന അപഗ്രഥിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, സമൂഹത്തിന്റെ ആവശ്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നത് തിമോത്തിയോസിനാണ് എന്നതാണ്. സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ഇവിടെ ഒരു വ്യക്തിക്ക് നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ നിർദ്ദേശങ്ങൾ ആവശ്യാനുസരണം അംഗങ്ങൾക്ക് കൈമാറുവാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഘടന മറ്റു ലേഖനങ്ങളെ പോലെ ഇതിലും ഒരു കത്തിൽ കാണുന്ന ഘടകങ്ങൾ ഉണ്ട്, പ്രത്യേകിച്ച് ആരംഭത്തിലും അവസാന ഭാഗത്തും. ലേഖനത്തിന്റെ ബാക്കിയുള്ള ഭാഗത്ത് പ്രധാനമായും തിമോത്തിയോസിന് നൽകുന്ന പെരുമാറ്റച്ചട്ടങ്ങളും സഭാസമൂഹത്തിൽ അയാൾ നിർവഹിക്കേണ്ട ചുമതലകളും സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ എല്ലാവരും തന്നെ വിട്ടുപോയപ്പോഴുള്ള ഏകാന്തതയിൽ തന്റെ ശ്രേഷ്ഠപുത്രനായ തിമോത്തിയോസിനെ കാണാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് തന്റെ അടുക്കലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുകൂടി എഴുതുന്നതാണ്. അങ്ങനെ തന്റെ ജീവിതത്തെ അഗാധമായി സ്പർശിച്ചുകൊണ്ട് ശ്ലീഹ ഈ ലേഖന രചന നടത്തിയത് എന്നതിന് സംശയമില്ല. നമുക്ക് ഹൃദയം കൊണ്ട് ധ്യാനിക്കാവുന്ന, പഠിക്കാവുന്ന ഒന്നാണ് വാർദ്ധക്യത്തില് ഒറ്റപ്പെടുന്നവരുടെ നൊമ്പരങ്ങള്. നമുക്ക് വാർദ്ധക്യത്തിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും നമുക്ക് നൊമ്പരങ്ങൾ. പക്ഷേ വാർദ്ധക്യത്തിലെ ഏകാന്തതയുടെ നൊമ്പരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആരോഗ്യത്തിന്റെ കുറവ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ളത് കൊണ്ടൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ധ്യാന വിഷയത്തിന് നല്ലതാണ്. എല്ലാം അതേ കേട്ടോ, എങ്കിലും പ്രത്യേകിച്ച് വാർദ്ധക്യവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളുടെ വ്യക്തിബന്ധങ്ങളെ നമുക്കൊന്നുകൂടെ പുനഃക്രമീകരിക്കാൻ ഈ ലേഖനം നമുക്ക് ഉതകുന്നു. ലേഖന രചന. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം പൗലോസ് ശ്ലീഹായുടെ റോമൻ കാരാഗ്രഹവാസമാണ്. 2-ാം ലേഖനമാണ് നമ്മൾ കാണുന്നത്. കത്ത് എഴുതുമ്പോൾ അദ്ദേഹം തടവിലാണെന്നുള്ള സൂചന ലേഖനത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ തടവുകാല ലേഖനമാണെന്നും AD 67 മുൻപ് ഇതിന്റെ രചന പൂർത്തിയായെന്നും അനുമാനിക്കാം. ഗ്രന്ഥഘടനയും ഉള്ളടക്കവും. ആദ്യ 2 വാക്യങ്ങളിലുള്ള അഭിവാദനത്തിന് ശേഷം ഒരു ആത്മീയ നേതാവിന് ആവശ്യം വേണ്ട 3 കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഉപദേശങ്ങൾ പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തിമോത്തിയോസിന് പൗലോസ് നൽകുന്നു. ദൈവജനത്തെ നയിക്കാൻ ഒരുങ്ങുന്നവൻ അവശ്യം അറിഞ്ഞിരിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട ഈ 3 കാര്യങ്ങൾ ഇവയാണ്. 1, തന്നെ വിശ്വാസത്തിലും വിശ്വസ്തതയിലും ഉള്ള ജീവിതത്തിന് ഒരുക്കുക. 2, തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവരെ അതേ വിശ്വാസത്തിലും വിശ്വസ്തതയിലും ജീവിക്കാൻ പഠിപ്പിക്കുക. 3, സഭയെ തളർത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന അബദ്ധ സിദ്ധാന്തങ്ങളോടും തിന്മകളോടും പോരാടുക. നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തില്, എന്തിനധികം നമ്മുടെ കേരളത്തിന്റെ സാഹചര്യത്തില്
നമ്മുടെ ഓരോരുത്തരും ആയിരിക്കുന്ന നമ്മളുടെ സൊസൈറ്റിയുടെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ ഈശോയുമായിട്ടുള്ള നമ്മളുടെ വ്യക്തിബന്ധം. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാനായിട്ടുള്ള ഒരു സന്നദ്ധത നാളത്തെ നമ്മളുടെ സമൂഹത്തെ നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയായിട്ട് നമുക്കത് സ്വീകരിക്കാം. തീത്തോസിന് എഴുതിയ ലേഖനം. ഇവിടെ പൗലോസിന്റെ അജപാലന ലേഖനങ്ങളിൽ ഇവിടുന്ന് നമ്മൾ കണ്ടു. സഭയുടെ ദൃശ്യഘടനയെ ഏറ്റവും സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന പുതിയ നിയമ ഗ്രന്ഥം എന്ന നിലയിലാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത്. സ്വീകർത്താവ് ക്രേത്തയിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ നേതാവായ തീത്തോസിനാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. പൗലോസിന്റെ അജപാലന ലേഖനങ്ങളുടെ സ്വീകർത്താക്കളായ തിമോത്തേയോസും തീത്തോസും അപ്പസ്തോലന്റെ സന്തത സഹചാരികളായിരുന്നു. തീത്തോസ് വിജാതിയരുടെ ഇടയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരിൽ ഒരുവനും ജെറുസലേം കൗൺസിലിൽ പൗലോസിനോടൊപ്പം പങ്കെടുത്തവനുമായിരുന്നു. രചനാ കാലഘട്ടം. ജെറുസലേം കൗൺസിലിന്റെ പ്രത്യേകത എന്താണ്? ഛേദനാചാരത്തെ കുറിച്ചിട്ടുള്ള പരിച്ഛേദനത്തെ കുറിച്ചിട്ടുള്ള തീരുമാനമെടുക്കുന്നതാണ്. നമ്മൾ ഇനി സമയമുണ്ടെങ്കിൽ നമ്മൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രചനാ കാലഘട്ടം. പൗലോസ് തന്നെയാണ് ലേഖനകർത്താവ് എന്നതിനാൽ പൗലോസിന്റെ റോമിലുള്ള ആദ്യത്തെ കാരാഗ്രഹവാസത്തിന് ശേഷമാണ് ഈ ലേഖനം എഴുതപ്പെട്ടതെന്ന് കരുതാം. പൗലോസ് ക്രേത്തെ വിട്ടുപോകുന്നതിനോടനുബന്ധിച്ചാണ് ഈ ലേഖനത്തിന്റെ രചന നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ് എഫേസോസിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതാകാം ഇതിന്റെ സന്ദർഭം. ലേഖനത്തിന്റെ ലക്ഷ്യം. ഒരു വ്യക്തി അഭിസംബോധന ചെയ്താണ് ലേഖനം എഴുതിയിരിക്കുന്നതെങ്കിലും വളർന്നുകൊണ്ടിരിക്കുന്ന ആദിമ സഭയെ മുഴുവൻ ഈ ലേഖനം വിവക്ഷിക്കുന്നു. ക്രേത്തയിലെ സഭയിൽ പരിച്ഛേദനത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പിളർപ്പ് സൃഷ്ടിച്ചവരെ ശാസിക്കാൻ പൗലോസ് തീത്തോസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൽ എല്ലാവർക്കുമുള്ള രക്ഷ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ക്രിസ്തുവിന്റെ ദിവ്യ ആഗമനം എന്നിവയെപ്പറ്റി പൗലോസ് ഈ ലേഖനത്തിൽ പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. സുവിശേഷാനുസൃതമായ ജീവിതശൈലി എല്ലാ തരത്തിലുമുള്ളവർ പിന്തുടരാൻ പൗലോസ് ആവശ്യപ്പെടുന്നു. ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ. ഈ ലേഖനത്തിലെ ദൈവശാസ്ത്ര പ്രമേയങ്ങളിൽ കേന്ദ്രസ്ഥാനത്ത് വർത്തിക്കുന്നത് സഭാവിജ്ഞാനീയമാണ്. സഭയെ വിശേഷിപ്പിക്കാൻ ഗ്രന്ഥകർത്താവ് ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ തന്നെ ശ്രദ്ധാർഹങ്ങളാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, സഭ ദൈവജനമാണ്. സഭയെ മെത്രാന്റെ കുടുംബമായാണ് ലേഖനകർത്താവ് വിശേഷിപ്പിക്കുന്നത്. സഭയെ സത്യത്തിന്റെ നെടുംതൂണും കാവലാളുമായി അവതരിപ്പിക്കുന്ന ശൈലിയും ഈ ലേഖനത്തിലുണ്ട്. സഭയിലെ പദവികൾ. ഈ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്ന മെത്രാൻ, ശ്രേഷ്ഠൻ, ഡീക്കൻ തുടങ്ങിയ പദങ്ങളുടെ നിയതമായ അർത്ഥം ആദിമസഭയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാനായെങ്കിൽ മാത്രമേ ഈ ലേഖനത്തിന്റെ സഭാവിജ്ഞാനീയത്തെ അതിന്റെ സമഗ്രതയിൽ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്തത് നമ്മൾ കാണുന്നത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. സിസ്റ്റർ ജിസി ഉണ്ടോ? ജി സിസ്റ്റർ എന്നാ ചെയ്യേണ്ടതോ? ഇപ്പൊ 9:10 ആയല്ലോ. സിസ്റ്റർ കണ്ടിന്യൂ ചെയ്തോ കേട്ടോ. ഓക്കെ, ഞാൻ സ്പീഡിൽ വിടാം. 15 മിനിറ്റ് കൊണ്ട് തീർക്കാവോ നോക്കാം. അത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും കൂടുതൽ വേണമെന്നുണ്ട് പിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. നമ്മൾ എപ്പോഴും പള്ളിയിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിന് പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞ് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഹെബ്രായർക്കുള്ള ലേഖനം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുകയാണ്. കാരണം എന്നാ? ഇതാരാണ് എഴുതിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് പുതിയ നിയമത്തിലെ മറ്റ് ലേഖനങ്ങളിൽ നിന്നെല്ലാം വ്യത്യാസമാണ്. ഒന്ന്, ഇതിന് ഒരു ആമുഖമോ അഭിസംബോധന ഭാഗമോ ഇല്ല. ഗ്രന്ഥകർത്താവ് ആരാണെന്ന് നമുക്കറിയത്തില്ല. ആർക്കു വേണ്ടിയാണ് ഈ ലേഖനം എഴുതപ്പെടുന്നത് എന്ന കാര്യവും പരാമർശിക്കപ്പെടുന്നില്ല. അതായത് വളരെ അനോണിമസ് ആയിട്ടാണ് ഈ ഗ്രന്ഥം നിലകൊള്ളുന്നത്. ഈ ഗ്രന്ഥകർത്താവിനെ കുറിച്ചിട്ടുള്ള പഠനം, ഇതില് വളരെയേറെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇന്നും നിലവിലുണ്ട്. അതായത് 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന അലക്സാൻഡ്രിയയിലെ ക്ലെമന്റിന്റെ അഭിപ്രായത്തിൽ ഈ ലേഖനത്തിന്റെ കർത്താവ് പൗലോസ് ലീഹായാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ലേഖനകർത്താവ് പൗലോസ് ലീഹ ആയിരിക്കാൻ ഇടയില്ല. കാരണം ഈ ലേഖനത്തിന്റെ കർത്താവ് ആരാണെന്നതിനെ കുറിച്ച് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന അലക്സാൻഡ്രിയയിലെ ഒരിജിന്റെ അഭിപ്രായത്തിനപ്പുറം ഒന്നും പറയാൻ ഇന്നും പണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠനങ്ങൾ നമുക്കറിയാം. ഏകദേശം ഒരു 100-150 വർഷങ്ങളായിട്ട്
ആദ്യം മുതലേ ഉണ്ടായിരുന്നു, എങ്കിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉള്ള ഒരു ബൈബിൾ പഠനം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ ഇത്രയേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ ഹെബ്രായ ലേഖനത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അലക്സാണ്ട്രിയയിലെ ഒരിജിൻ പറയുന്നത് ആരാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നുള്ളത്. ഇനി ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ശീർഷകം സൂചിപ്പിക്കുന്നത് പലസ്തീനയ്ക്ക് വെളിയിലുള്ള യഹൂദ ക്രിസ്ത്യാനികളെ ലക്ഷ്യമാക്കി എഴുതപ്പെട്ടതാണ് ഈ ലേഖനം. വിശ്വാസം സ്വീകരിച്ചിട്ട് ഏറെ താമസിയാതെ മതമർദ്ദനത്തിന് വിധേയരായവരാണ് ലേഖനത്തിന്റെ സ്വീകർത്താക്കൾ. പലതരത്തിലുള്ള പീഡനം ഏൽക്കേണ്ടി വന്നെങ്കിലും അവർക്ക് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരുന്നില്ല. പ്രതിബന്ധങ്ങൾക്ക് നടുവിലും അവർ ക്രൈസ്തവ സ്നേഹം അഭ്യസിച്ചിരുന്നു. രചനാ കാലഘട്ടം. ഈ ലേഖനത്തിന്റെ രചനാകാലം കൃത്യമായി നിർണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എഴുതപ്പെട്ട സ്ഥലം, സ്വീകർത്താക്കള് എന്നിവ നമുക്ക് ചില പ്രധാനപ്പെട്ട കയ്യെഴുത്ത് പ്രതികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റോമിൽ നിന്ന് എഴുതപ്പെട്ടത് എന്ന ശീർഷകത്തോടുകൂടി ആണ് ഇത് ആരംഭിക്കുന്നത്. വീണ്ടും അധ്യായം 13:24 ഇറ്റലിയിൽ നിന്ന് വന്നവർ നിങ്ങൾക്ക് വന്ദനം പറയുന്ന വാചകത്തിന്റെ ചുവട് പിടിച്ചാണ് ഇത്തരം ഒരു ശീർഷകം രൂപം കൊണ്ടതെന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഈ വാദഗതി തികച്ചും അടിസ്ഥാന രഹിതമാണ്. കാരണം 13:24 വെളിച്ചത്തിൽ ലേഖനം ഇറ്റലിയിലെ ഏതെങ്കിലും ഒരു സഭയ്ക്ക് എഴുതപ്പെട്ടതാണെന്ന് മാത്രമേ നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ കാണുന്നത് ഈ ലേഖനത്തിന്റെ സ്വീകർത്താക്കളിൽ ചിലർ വിശ്വാസത്തിന്റെ പേരിൽ തടവ് ശിക്ഷ അനുഭവിച്ചൊരു 10:34 വസ്തുവകകൾ കണ്ടുകെട്ടപ്പെട്ടവര്, നിരന്തരമായ ശത്രുതയും പീഡനങ്ങൾക്കും ഇരയായവര്, പരസ്യമായ അവഹേളനങ്ങൾക്കിടയായവര് എന്നിങ്ങനെയൊക്കെ ഉള്ള ഒരു സമൂഹത്തെയാണ് ഈ ഗ്രന്ഥം നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുക. പിന്നെ ദൈവശാസ്ത്ര വിചിന്തനങ്ങള്, ക്രിസ്തു വിജ്ഞാനീയം, പ്രധാന പുരോഹിതനായ യേശു, യുഗാന്ത്യ ദർശനം, ഈ കാര്യങ്ങളും നമുക്കിതില് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാണുന്നത് കാത്തലിക് ലെറ്റേഴ്സ് ആണ്. കാത്തോലിക്ക ലേഖനങ്ങള് സഭയ്ക്ക് മുഴുവനായി എഴുതപ്പെട്ട ലേഖനങ്ങളെയാണ് ഇക്കാരണത്തിൽ കാത്തോലിക്ക ലേഖനങ്ങൾ എന്ന് സഭയ്ക്ക് മുഴുവനും എഴുതപ്പെട്ടത് കൊണ്ടാണ് കാത്തോലിക്ക ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത്. യാക്കോബിന്റെ ലേഖനം, പത്രോസിന്റെ 2 ലേഖനങ്ങൾ, യൂദായുടെ ലേഖനം, യോഹന്നാന്റെ 3 ലേഖനങ്ങൾ എന്നിവയാണ് ഇവ. യാക്കോബ് എഴുതിയ ലേഖനം ഇതില് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ആദ്യം കാണുന്നത് യാക്കോബ് എഴുതിയ ലേഖനമാണ്. ആദിമസഭയിലെ പ്രമുഖരായിരുന്ന വിശുദ്ധ പത്രോസ്, വിശുദ്ധ യാക്കോബ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ യൂദ തുടങ്ങിയ ശ്ലീഹന്മാരും ലേഖനങ്ങൾ എഴുതി. ഏതെങ്കിലും ഒരു പ്രത്യേക ക്രൈസ്തവ സമൂഹത്തെ ഉദ്ദേശിച്ചിട്ടെന്നതിലുപരി സാർവത്രിക സഭയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഇത്. ലേഖനകർത്താവ് എഴുതുന്നയാൾ ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെയും ദാസനായി യാക്കോബ് കൽപ്പയുടെ പുത്രനായിരിക്കണം ഈ ലേഖനകർത്താവ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട്, അങ്ങനെയുള്ള ഒരു വിവരണങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ലേഖനത്തിന്റെ ഘടന. വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിലെ 1-ാം അധ്യായം ലേഖനം മുഴുവന്റെയും പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ഈ അധ്യായത്തിന്റെ ഘടന ഗ്രഹിച്ചാൽ ലേഖനം മുഴുവന്റെയും ഘടന മനസ്സിലാക്കാനായിട്ട് എളുപ്പമാകും. ആദ്യവാചകം ലേഖനകർത്താവിന്റെ സ്വയം പരിചയപ്പെടുത്തലും ആരെ ഉദ്ദേശിച്ചാണ് എഴുതുന്നത് എന്ന വസ്തുതയും പ്രാരംഭ ആശംസയും ഉൾക്കൊള്ളുന്നു. തുടർന്നുള്ള ഭാഗത്ത് താഴെ പറയുന്ന ക്രമം കാണുവാൻ സാധിക്കും. അതായത് വിശ്വാസ പരീക്ഷകള്, വിശ്വാസത്തിലെ ഇരട്ടത്താപ്പ്, ജീവന്റെ കിരീടത്തെ കുറിച്ചിട്ടുള്ള വാഗ്ദാനം, സത്യത്തിന്റെ വചനത്തിലൂടെ വിശ്വാസ ജീവിതത്തിലേക്ക് രക്ഷാകരമായ വചനം, വചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 വിധത്തിലുള്ള കാഴ്ചപ്പാട്, വിശ്വാസ ജീവിതം മുതലായ കാഴ്ചപ്പാടുകള്. ഇനി നമ്മൾ കാണുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനമാണ്. ഇപ്പോഴും ലേഖനകർത്താവിനെ കുറിച്ചിട്ടുള്ള ഒരു ആഴമായ പഠനം നടക്കുന്നുണ്ട്. ആരാണ് ലേഖനകർത്താവ് എന്നുള്ളത്. ഇവിടെ യേശുക്രിസ്തുവിന്റെ അപ്പസ്തലനായ പത്രോസ് ആണ് ഗ്രന്ഥകർത്താവ് എന്ന ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ കാണുന്നു. 1:1 താരതമ്യേന മെച്ചമേറിയ ഗ്രീക്ക് ശൈലിയും പഴയ നിയമത്തിന്റെ ഗ്രീക്ക് തർജ്ജിമയായ സപ്തതി യിൽ നിന്നുള്ള ഉദ്ധരണികളും അറമായ ഭാഷ മാത്രം അറിയാവുന്ന ഗലീലിയിൽ നിന്നുള്ള മുക്കുവനായ പത്രോസിനും ഇത്തരത്തിലുള്ള സുന്ദരമായ ഗ്രീക്ക് ഭാഷയും ശൈലിയും ഉടലെടുക്കാൻ സാധ്യതയില്ലെന്നാണ് ചില ആധുനിക പണ്ഡിതന്മാർ വാദിക്കുന്നത്. ഇനി പൗലോസിന്റെ സഹപ്രവർത്തകനായി സിൽവാനോസ് മുഖ്യനാണ് ഈ ലേഖനം രചിക്കപ്പെട്ടതെന്ന് ലേഖനാരംഭത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അത് പിന്നെ ഇതിന്റെ നീറോയുടെ കാലത്തെ മതമർദ്ദനത്തെ കുറിച്ച് ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഹ്രസ്വമായിരുന്നു. അദ്ദേഹത്തെ തുടർന്ന് റോമൻ ചക്രവർത്തിമാരായ ട്രാജൻ, ഡൊമീഷ്യൻ എന്നിവരുടെ ഭരണകാലത്താണ് മതമർദ്ദനം വ്യാപകമായത്. ആർക്കു വേണ്ടിയാണോ ഈ ലേഖനം എഴുതപ്പെട്ടത് ആ സഭകൾ ശ്ലീഹായുടെ കാലത്ത് നിലവിൽ ഇല്ലായിരുന്നുവെന്ന്
ഒരു പറ്റം ബൈബിൾ പണ്ഡിതന്മാര് വാദിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനവുമായുള്ള സമാനമായ ഒട്ടേറെ ആശയങ്ങൾ ഈ ലേഖനത്തിൽ കാണുന്നുണ്ട്. മുകളിൽ സൂചിപ്പിച്ച വാദഗതികളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇവയൊന്നും സംശയരഹിതമായി ഇതുവരെയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ആകയാൽ അക്കാലഘട്ടങ്ങളിലെ പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ പൗലോസിന്റെ ശിഷ്യനായ സിൽവാനോസിന്റെ സഹായത്തോടെ പത്രോസ് ഈ ലേഖനം രചിച്ചു എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ അഭികാമ്യം. അടുത്തത് ലേഖനത്തിന്റെ ആമുഖത്തിൽ തന്നെ ലേഖനം എഴുതാൻ സഹായിച്ച വ്യക്തിയെ കുറിച്ച് പരാമർശിക്കുന്നു. രണ്ടാമത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെ ആശയങ്ങൾ ഈ ലേഖനങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നു. പത്രോസ്ലീഹ റോമിൽ സുവിശേഷം പ്രസംഗിക്കുകയും അവിടെ തന്നെ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. അതിനാൽ ഏഷ്യ മൈനറിലെ സഭയ്ക്ക് എഴുതാൻ സാധ്യതയില്ല എന്ന വാദം ബാലിശമാണ്. പത്രോസിന്റെ കാലത്ത് മതമർദ്ദനം ഇല്ലായിരുന്നു എന്ന വാദം ചരിത്രപരമായി ശരിയല്ല. യുഗാന്ത്യത്തെക്കുറിച്ചും ക്രിസ്തു വിജ്ഞാനത്തെക്കുറിച്ചും ലേഖനകർത്താവിനുള്ള കാഴ്ചപ്പാടുകൾ ഏറ്റവും പ്രാരംഭ ദശയിലെ തന്നെയുള്ള കാഴ്ചപ്പാടുകൾ തന്നെയാണ്. ഇനി ഇതിന്റെ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തു വർഷം 64-നും 66-നും ഇടയ്ക്ക് ലേഖനം എഴുതപ്പെട്ടു എന്നാണ് പൊതുവെ പറയുന്നത്. ഇതിന്റെ ഭാഷാശൈലി ജ്ഞാനസ്നാന ഉപദേശങ്ങളും ധാർമ്മിക പഠനങ്ങളും എല്ലാം ദൈവശാസ്ത്രപരമായ പിൻബലത്തോടെ ഗ്രന്ഥകർത്താവ് അവതരിപ്പിച്ചിരിക്കുന്നു. ലേഖനത്തിന്റെ ലക്ഷ്യം ഏഷ്യ മൈനറിലെ വിജാതീയരുടെ ഇടയിൽ ചിതറിപ്പാർത്തിരുന്ന ക്രിസ്ത്യാനികൾക്ക് അവരുടെ പീഡനങ്ങളിലും വേദനകളിലും ഉണർവും ഉൾക്കരുത്തും വിശ്വാസ സ്ഥിരതയും പ്രത്യാശയും പ്രദാനം ചെയ്യുകയാണ് ലേഖനത്തിന്റെ ലക്ഷ്യം. ദൈവശാസ്ത്ര പ്രമേയങ്ങളുടെ വിജാതീയരുടെ ഇടയിൽ ചിതറിപ്പാർത്തിരുന്ന വിശ്വാസികൾക്ക് അവരുടെ പീഡനങ്ങളിലും ഞെരുക്കങ്ങളിലും ഉണർവും ഉൾക്കരുത്തും വിശ്വാസ സ്ഥിരതയും പ്രദാനം ചെയ്യുന്ന ഈ ലേഖനത്തിൽ ഉന്നതമായ പല ദൈവശാസ്ത്ര ചിന്തകളും നിറഞ്ഞു നിൽക്കുന്നു. പത്രോസിന്റെ ആത്മാവബോധം തന്നെ തന്നെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പത്രോസിനെയാണ് യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പത്രോസ് എന്ന വിശേഷണത്തിലൂടെ നാം കണ്ടുമുട്ടുന്നത്. യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെടുകയും യേശുവിനോടുകൂടെ ജീവിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും അവിടത്തേക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുകയും ചെയ്ത വ്യക്തി, അതായിരുന്നു പത്രോസിന്റെ ശ്രേഷ്ഠത. താൻ ആരാണ്, എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം ഓരോ ക്രൈസ്തവനും ഉണ്ടായിരിക്കണം. അടുത്തത് അതിന്റെ മെയിൻ പോയിന്റ്സ് മാത്രം പറഞ്ഞു വിടുകയാണ്. പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക് സഹനത്തിൽ രക്ഷാകര മൂല്യം, യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ വെളിപ്പെടുത്തൽ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ അജപാലനം, ദൈവത്തിന്റെ പരിശുദ്ധി, ക്രിസ്തു വിജ്ഞാനീയം, യേശുവിന്റെ പാതാള സന്ദർശനം, പരിശുദ്ധാത്മാവ്, സഭ. വീണ്ടും പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം പത്രോസ് ആണെന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. യേശുവിന്റെ രൂപാന്തരീകരണ സമയത്ത് അവനോടൊപ്പം ഉണ്ടായിരുന്നവൻ എന്നുള്ള പലതരത്തിലുള്ള റെഫറൻസസ് നമുക്ക് ഇവിടെ തന്നെയുണ്ട്. ലേഖനത്തിന്റെ സ്വീകർത്താക്കളായിട്ട് പറയുന്നത് അപ്പസ്തോലിക കാലഘട്ടം കഴിഞ്ഞ് സഭാസമൂഹത്തിൽ പൊതുവായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് യേശുവിന്റെ പ്രത്യാഗമനം ഒരു കെട്ടുകഥയാണെന്നും അതുണ്ടാവുകയില്ലെന്നും പഠിപ്പിക്കുകയും അധാർമികമായി വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്ത വ്യാജ പ്രവാചകരിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് എഴുതപ്പെട്ടതാണ്. അതായത് ഒറ്റ കരിവർത്താൻ മതി, വ്യാജ പ്രവാചകന്മാരിൽ നിന്ന് ഇവരെ രക്ഷിക്കാനായിട്ട് എഴുതിയതാണ്. ആദിമസഭയും യുഗാന്ത്യ പ്രതീക്ഷയും ഇതില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി യോഹന്നാൻ എഴുതിയ 1, 2, 3 ലേഖനങ്ങള്. സുവിശേഷകനായ യോഹന്നാൻ ശ്ലീഹായുടെ പേരിലാണ് 3 ലേഖനങ്ങളും പരമ്പരാഗതമായി അറിയപ്പെടുന്നത്. 3 ലേഖനങ്ങളും പ്രയോഗങ്ങളിലും ശൈലിയിലും ആശയങ്ങളിലും വളരെയേറെ ഐക്യരൂപമുള്ളവയാകിയാലും യോഹന്നാന്റെ സുവിശേഷവുമായി വളരെ അടുപ്പമുള്ളവയാകിയാലും ഇവ 3ഉം സുവിശേഷകനായ യോഹന്നാന്റേതായി തന്നെ പരിഗണിക്കപ്പെടുന്നു. രചനാ കാലഘട്ടം 90-നും 105-നും ഇടയിലായിട്ടാണ് പറയുന്നത്. ചരിത്ര ദൈവശാസ്ത്ര പശ്ചാത്തലങ്ങൾ. യഹൂദ ക്രൈസ്തവര് ഇവിടെ പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നു. യഹൂദ ക്രൈസ്തവര്, യവന ക്രൈസ്തവര് എന്നിവർക്കാണ്. അതായത് അവിടുത്തെ ചരിത്ര പശ്ചാത്തലം ഇത്രയും നമ്മൾ ഓർത്താൽ മതി. ഈ 2 ഗ്രൂപ്പുകാരുണ്ട്. യഹൂദ ക്രൈസ്തവരുമുണ്ട്, യവന ക്രൈസ്തവരുമുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള യഹൂദ ക്രൈസ്തവര് ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ ആഴക്കുറവും കുറിച്ചും ഒക്കെ ഉള്ള ഒരു വിശ്വാസക്കുറവായിരുന്നു. അതായത് ദൈവത്തെക്കുറിച്ചും ഈശോയുടെ ദൈവത്വം വിശുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വിശ്വാസക്കുറവാണ് അവരുടെ ഇടയിലുണ്ടായിരുന്നത്. യവന ക്രൈസ്തവരിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജാതീയ സംസ്കാരങ്ങളോടും ജീവിതക്രമങ്ങളോടും അവർക്ക് അടുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയുടെ മനുഷ്യത്വത്തെ അംഗീകരിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ലായിരുന്നു. അതിനാൽ ഈശോ ദൈവവും മനുഷ്യനുമാണെന്നുള്ള ക്രിസ്തു ദർശനമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും കാണുന്നത്. ഇതിന്റെ ലക്ഷ്യം യോഹന്നാൻ സമൂഹത്തിലുള്ളവരുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുക. സമൂഹത്തിലുള്ളവരുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയാണ്.
നീ അപ്പസ്തോലിക സുവിശേഷാനുസരണം ജീവിക്കാൻ പ്രേരിപ്പിക്കുക. തെറ്റായ പഠനങ്ങളും അധാർമിക ജീവിത രീതികളും പുലർത്തുന്നവരുടെ സിദ്ധാന്തങ്ങളെയും രീതികളെയും എതിർക്കുകയും തിരുത്തുകയും ചെയ്യുക. സാഹിത്യ രൂപം ശൈലിയും 2-3 ലേഖനങ്ങളിലെ പൊതുവെയുള്ള ഗ്രേക്കോ റോമൻ കത്ത് രചനാ ശൈലിയിൽ അപഗ്രഥിക്കാൻ കഴിയുമെങ്കിലും 1-ാം ലേഖനത്തെ ആ ശൈലിയിൽ ഉൾപ്പെടുത്താനാവുകയില്ല. 1-ാം ലേഖനത്തെ എല്ലാ സഭകൾക്കും പൊതുവായോ അതോ ഒരു പ്രദേശത്തുള്ള സഭകൾക്ക് പൊതുവായോ എഴുതിയ ഒരു ലേഖനമെന്നോ പ്രബോധനമെന്നോ ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിലെ ദൈവശാസ്ത്ര അഭിമുഖങ്ങള് യഹൂദ യവന ചായ്വുള്ള ഈ സമൂഹങ്ങൾക്ക് ഒരു സമീകൃത ക്രിസ്തു ദർശനമാണ് യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം. ലേഖനത്തിന്റെ ലക്ഷ്യം വിശ്വാസികളുടെ സമൂഹമായ സഭാംഗങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സഹായകമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളാണ് ഇവിടെ ലേഖനത്തിന്റെ ഘടന. ലേഖനത്തെ പ്രധാനമായി 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1-ാമത്തെ ഭാഗം ദൈവം പ്രകാശം 1:5 മുതൽ 2:28 വരെ ദൈവം പ്രകാശമാണ്. 2:29, 4:9 ദൈവം നീതിമാനാണ്. പിന്നെ നമുക്ക് കാണാം ദൈവ സ്നേഹമാണ് എന്നുള്ള പിന്നെ ഉപസംഹാരം. ഇതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 2-ാം ലേഖനത്തിന്റെ ആമുഖം സത്യവിശ്വാസം എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനും അബദ്ധ സിദ്ധാന്തങ്ങളെ സത്യം എന്താണ് തെറ്റെന്താണ് എന്നുള്ള ഒരു പ്രബോധനമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ആദ്യ ഭാഗം അഭിവാദനം, 2ാമത്തേത് സത്യത്തിലും സ്നേഹത്തിലും ജീവിക്കുക എന്നുള്ളത്. അടുത്തത് യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം. അതിലെ ആമുഖം ശരിയും തെറ്റും തമ്മിലും നന്മയും തിന്മയും തമ്മിലും തിരിച്ചറിയാനും നന്മയെ അനുകരിച്ച് നന്മ പ്രവർത്തിച്ച് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ആഹ്വാനമാണ് ഈ കത്തിലൂടെ ലഭിക്കുന്നത്. ഇതിനെ വിഭജിച്ചിരിക്കുന്ന അഭിവാദനം ഗായൂസിന്റെ സൽപ്രവൃത്തി, ദിയോട്രഫിസിന്റെ ദുഷ്പ്രവൃത്തി, നന്മയെ അനുകരിക്കുക എന്ന് പിന്നെ സമാപന ആശംസകൾ. ഇങ്ങനെയാണ് യൂദാസ് എഴുതിയ ലേഖനമാണ് ഇനി നമ്മൾ കാണുന്നത്. ഇതിലെ പ്രധാനമായിട്ടും വ്യാജ പ്രബോധകരുടെ ഭാഗത്തു നിന്നും ആദിമ ക്രൈസ്തവ സമൂഹം നേരിട്ട ഒരു ഭീഷണിയെ ചെറുക്കുന്നതിനായിട്ട്, ആദ്യം നമ്മൾ കണ്ടു അവർക്ക് ഉള്ള ഒരു പ്രബോധനമായിരുന്നു, ഇവിടെ ഒരു ഭീഷണിയെ ചെറുക്കുന്നതിനായിട്ടാണ് ഈ ലേഖനം യൂദാസ് എഴുതുന്നത്. ഗ്രന്ഥകർത്താവിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളും അതിനുള്ള വിശകലനങ്ങളും ആണ് പിന്നെ കൊടുക്കുന്നത്. കാലഘട്ടം AD 80-90 മധ്യയാണ്. ഇതിന്റെ സാഹചര്യം, പശ്ചാത്തലം എന്താണ്? ക്രിസ്തീയ വിശ്വാസത്തെ ദൂഷിപ്പിക്കുകയും വിശ്വാസികളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന അബദ്ധ പ്രബോധനങ്ങളും ജീവിത രീതികളും പ്രചരിപ്പിക്കുന്ന ചില ദുഷ്ട മനുഷ്യർ ക്രിസ്തീയ സമൂഹങ്ങളിൽ കടന്നുകൂടിയതിനാലാണ് താൻ ഇപ്രകാരം ഒരു ലേഖനം എഴുതാൻ നിർബന്ധിതനായിരുന്ന ലേഖനകർത്താവ് ആരംഭത്തിൽ തന്നെ പറയുന്നു. ജ്ഞാനവാദത്തിന്റെ പ്രാക്രൂപമാണ് ഇവിടെ യൂദ ശപിച്ചു തള്ളുന്ന അബദ്ധ സിദ്ധാന്തം എന്ന് കരുതപ്പെടുന്നു. ഇതിലെ സാഹിത്യ രൂപം തെറ്റില്ലാത്ത നല്ല ഗ്രീക്ക് ഭാഷയിലാണ് ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ശ്രോതാക്കൾ, അനുവാചകര് ആരെ ലക്ഷ്യമാക്കിയാണ് ലേഖനം എഴുതിയെന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ, യേശുക്രിസ്തുവിന് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരുമാണ് അവിടെ പ്രധാനമായിട്ടും ഊന്നി കാണിക്കുന്നത്. ഇതിലെ പ്രധാന ആശയങ്ങള് അപ്പസ്തോലന്മാർ വഴി കൈമാറി വന്നിരിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കാനും അവികലമായി അവതരിപ്പിക്കാനും വേണ്ടിയാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഏകനാഥനും കർത്താവുമായി ഏറ്റുപറയണം. ഇതൊക്കെയാണ് ഇതിലെ പ്രധാന ആശയങ്ങള്. ഇനി നമ്മൾ കാണുന്നത് യോഹന്നാന്റെ വെളിപാടാണ്. അത് പെട്ടെന്നൊന്ന് പോകുന്നേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഭാഷാശൈലിയാണ്. മറ്റ് സാഹിത്യ രൂപങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യാസപ്പെട്ടുകൊണ്ട് ഒരു വെളിപാട്, അത് പേരിൽ തന്നെ വെളിപാടെന്ന് പറയുന്നു, വെളിപാട് രചനാശൈലിയാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ്. അത് ബൈബിളിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ പോലും ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാലും പുസ്തകം അവതരിപ്പിക്കുന്ന രക്ഷാകര സന്ദേശത്തെ കുറിച്ച് പൊതുവായ ധാരണയുണ്ട്. ഇപ്പൊ നമുക്കറിയാം 666 എന്നുള്ള നമ്പറുകള്, ഇങ്ങനെ അത് മാത്രമേ ഒത്തിരി പുസ്തകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനായിട്ട്, ഒരുപക്ഷെ നിങ്ങൾ പലരും എന്റെ ക്ലാസ് ഇതിനു മുൻപ് കൂടിയതായിരിക്കും. പല ക്ലാസ്സുകളിൽ ഞാൻ ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ 666 നമ്പർ കാണുന്നുണ്ട്. ഇവിടെ ഇത് നമ്മളിപ്പോ കടയിലൊക്കെ പോകുവാണെങ്കിൽ സാത്താൻ സേവകരുടെ സാധനങ്ങള് നമുക്ക് കണ്ടെത്താനായിട്ട് ഏറ്റവും ഇന്ന്, അതായത് നിങ്ങൾ ഹീബ്രു പഠിച്ചപ്പോ കണ്ടു കാണും, ഇങ്ങനെ ഒരു ഇപ്പൊ എന്നതാ ഇങ്ങനെ ഒരു വര മാത്രം, ഇങ്ങനെ ഒന്ന് ആക്കുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു വര.
ഇങ്ങനെ 3 അടുപ്പിച്ച് വെക്കുന്നു. ഹീബ്രുവിലെ വൗ എന്ന അക്ഷരമാണിത്. വൗവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 666 എന്നുള്ളതാണ്. അതായത് വൗ എന്ന അക്ഷരം 3 പ്രാവശ്യം എഴുതി വെക്കുന്നു. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 66. അതായത് പിശാചിന് 666 അപൂർണതയുടെ അപൂർണതയാണ്. അതായത് 6 എന്ന് പറയുന്ന അപൂർണ സംഖ്യയാണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. 3, 6 ചേർത്ത് വെക്കുമ്പോൾ അപൂർണതകളിലെ അപൂർണതയാണ് ഈ 666. ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മൾ കടയിലൊക്കെ ചെന്ന് സാധനമൊക്കെ മേടിക്കുമ്പോൾ വളരെ തന്മയത്വത്തോടെ നമ്മളെക്കാട്ടിലും കൂടുതൽ വചനം പഠിക്കാനായിട്ട് തീഷ്ണതയുള്ള പൈശാചിക ആരാധനക്കാര്, വർഷിപ്പേഴ്സ് ഇന്ന് നമ്മളുടെ ഇടയിലുണ്ട്. അവർ ഈ 666 എന്ന് എഴുതി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായ നമ്മളുടെ വീട്ടിൽ ഈ സാധനം കയറുകയില്ല, വിശ്വാസികളുടെ സമൂഹത്തിൽ ഈ സാധനം കയറുകയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവരെന്നാ ചെയ്യും? ഹീബ്രുവിലെ വാവ് 3 പ്രാവശ്യവും എഴുതും. എന്നിട്ട് മനോഹരമായ കളർ കൊടുക്കും. നമ്മള് ഇതും നല്ലതാണല്ലോ, ഇതിൽ നല്ല മാർക്കാണല്ലോ എന്ന് കരുതി നമ്മൾ പോയി സാധനം മേടിക്കും. ഇങ്ങനെയുള്ള പൈശാചിക ശക്തികള് നമ്മളുടെ ഭവനത്തില് നമ്മൾ അറിയാതെ തന്നെ കടന്നു വരികയും ചെയ്യുന്നു. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം AD 95 അടുത്താണ് വെളിപാട് പുസ്തകം എഴുതപ്പെട്ടത്. പുസ്തകത്തിലെ തന്നെ പല പരാമർശങ്ങളും സഭാപിതാക്കന്മാരുടെ സാക്ഷ്യവും ഇതിന് തെളിവുണ്ട്. അപ്പോകലിപ്സിസ് എന്ന ഗ്രീക്ക് പദമാണ് ഇത് വെളിപാട് എന്ന്. അതായത് അപ്പോകലിപ്സിസ് എന്ന വാക്കിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്, ഭാഷാന്തരം ചെയ്തതാണ് വെളിപാട് എന്ന വാക്ക്. നിഗൂഢമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക എന്നാണ് ഈ വാക്കിന് അർത്ഥം. ഈ നാമത്തിന്റെ വിശേഷണ രൂപമാണ് അപ്പോകലിപ്റ്റിക്. ഇതിനു പുറമെ പല സാഹിത്യ രൂപങ്ങളുടെയും സ്വാധീനം വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.